السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സത്താവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകചര്യയും ആധുനിക മുസ്ലിം സമൂഹവും എന്ന വിഷയമാണ് സംഘാടകർ ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും എന്താണ് ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയങ്ങളും ഓരോ സന്ദർഭത്തിൽ ആ പ്രദേശത്ത് ആവശ്യമുള്ളത് തെരഞ്ഞെടുക്കുക എന്ന രീതി അനുസരിച്ചാണ് എക്കാലത്തും പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ഈ മാസം റബീഉൽ അവ്വൽ മാസമാണ്. മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസം എന്ന നിലക്ക് മൗലിദ് ആഘോഷം സംഘടിപ്പിക്കുന്ന മീലാദ് മീറ്റും മീലാദ് ക്യാമ്പയിനും ഒക്കെ നടക്കുന്ന തിരക്കിലാണിപ്പോൾ. മുൻപില്ലാത്ത വിധം പുതിയ പുതിയ ആഘോഷ പരിപാടികൾ. ചിലയിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രവാചക വർണ്ണനയും നാത്ത് ഷരീഫും. ഇതെന്നായി നാത്ത് ഷരീഫ്? നാത്ത് എന്നാണ് ഉറുദുക്കാർ നാത്താണെന്നാ വർണ്ണിക്കുക എന്നാണ്. പ്രവാചക വർണ്ണന തന്നെയാണ്. അപ്പൊ പ്രവാചകനെ വർണ്ണിക്കാൻ റബീഉൽ അവ്വലിൽ മാത്രം വർണ്ണിച്ചാൽ മതിയോ? ബാക്കി 15 ദിവസം വർണ്ണന ആവശ്യമല്ലേ? പ്രവാചകന്റെ ജീവിതചര്യകളും അവിടുത്തെ സ്വഭാവങ്ങളും അവിടുത്തെ ഗുണങ്ങളും അവിടുത്തെ ചരിത്രവുമൊക്കെ മുസ്ലിം ഉമ്മത്തിന് എക്കാലത്തും പഠിക്കേണ്ടതും പഠിപ്പിക്കപ്പെടേണ്ടതുമാണ് എന്നാണ് മുസ്ലിമീങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത്. എന്നാൽ 11 മാസവും പ്രവാചകനെ പറ്റി യാതൊന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം പ്രവാചകനെ സംബന്ധിച്ച് പുതിയ വർണ്ണനകളും പുതിയ മദ്ഹും സ്പെഷ്യൽ സലാത്തും സ്പെഷ്യൽ മദ്ഹും ഉണ്ടാക്കുന്നത് എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മുസ്ലിമീങ്ങൾ ഇവരോട് ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ വഹ്യ് കിട്ടി.
63-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അതിനിടയ്ക്ക് 22 റബീഉൽ അവ്വലുകൾ കഴിഞ്ഞുപോയി. ഒരു റബീഉൽ അവ്വലിലെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിക്കുകയോ സ്വഹാബത്തിന് അനുവദിച്ചു കൊടുക്കുകയോ ചെയ്തതായി ഒരൊറ്റ ഹദീസിന്റെ കിതാബിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുക സാധ്യമല്ല. സ്വന്തം ജന്മദിനം കൊണ്ടാടുന്നത് ഉചിതമല്ലെന്ന നിലക്ക് പ്രവാചകൻ ഉപേക്ഷിച്ചതാകാം എന്നൊരു പക്ഷേ ചില ആളുകൾക്ക് ന്യായം പറയാം. ശരി, ആ ന്യായം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നാം പറയട്ടെ, പ്രവാചകന്റെ വഫാത്തിന് ശേഷം സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിച്ച പ്രവാചകന്റെ അനുയായികൾ അവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസമാണല്ലോ റബീഉൽ അവ്വൽ എന്ന നിലക്ക് എന്തെങ്കിലും ഒരു പുതിയ ആഘോഷം സംഘടിപ്പിച്ചോ, അല്ലെങ്കിൽ പ്രവാചകന്റെ മദ്ഹ് പറയാൻ വേണ്ടി ഈ മാസത്തെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തിയോ എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവസാന സഹാബി വഫാത്താകുന്നത്. ഹിജ്റ 110. 1 നൂറ്റാണ്ട് സഹാബത്തിന്റെ കാലമാണ്. ആ നൂറ്റാണ്ടിൽ 100ഓളം റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടും ഒരൊറ്റ റബീഉൽ അവ്വലും ആഘോഷിച്ചില്ല. പിന്നെ സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഉകൾ, പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത സഹാബത്തിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയവർ, അവരാരെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രവാചകനെ സ്നേഹിക്കുവാൻ വേണ്ടി ഒരു ജന്മദിനം സഹാബത്തിൽ നിന്ന് പഠിച്ചോ, അങ്ങനെ ആഘോഷിച്ചോ? ഉണ്ടായില്ല. അത് കഴിഞ്ഞ് താബികളുടെ കാലം വന്നു. ആ തലമുറയിലും അതുണ്ടായില്ല. അപ്പോൾ ഉത്തമ തലമുറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയ 3 തലമുറകളിലും റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം ഒരു സ്വലാത്തോ, പ്രത്യേകം ഒരു മദ്ഹ് പറച്ചിലോ, പ്രത്യേകം ഒരു അന്നദാനമോ ദാനധർമ്മമോ സ്വലാത്തോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം കൊണ്ട് സ്പഷ്ടമാവുകയും ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ, അതായത് മൗലിദാഘോഷം അത് സുന്നത്താണെന്നും പുണ്യമാണെന്നും ഉഹദമലയോളം കൂലിയുണ്ടെന്നുമൊക്കെ പറയുന്ന ആളുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതലാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം മുസ്ലിം ലോകത്ത് നടപ്പിലായത്. അത് സംബന്ധമായി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ആ കാലഘട്ടത്തിലാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് സുന്നി വോയിസിൽ തന്നെ 1989 ഡിസംബർ 18 നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് പ്രവാചകത്തെയും ആധുനിക മുസ്ലിം സമൂഹവും എന്ന വിഷയം നാം ചർച്ചക്കെടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അവിടുത്തെ സഹാബത്തോ ശേഷം വന്ന താബികളോ താബികളോ മാതൃക കാണിക്കാത്ത പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതത്തിന്റെ പേരിൽ കൊണ്ടാടുകയും അത് കൊണ്ടാടാത്തവരൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവരും മുബ്തദിഉകളും പുത്തനാശയക്കാരുമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ഈ മൗലിദ് കൊണ്ടാടുന്ന, മീലാദ് ജാഥയിൽ പങ്കെടുക്കുന്ന, മീലാദിനു വേണ്ടി സംഭാവന കൊടുക്കുന്ന ഈ ആളുകളിൽ പലരും അവരെ നിത്യജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒട്ടനേകം ആശയങ്ങൾ, ഒട്ടനേകം ആചാരങ്ങൾ, ഒട്ടനേകം അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. ഈ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനെന്ന പേരിൽ ഒരു നായ്ക്കരിമ്പിന്റെ കഷ്ടമെടുത്ത് അതിന്മേലൊരു വർണ്ണക്കടലാസ് കെട്ടി AP മുഹമ്മദ് സിന്ദാബാദ് പറഞ്ഞിട്ട് ജാഥ വിളിച്ച് നടക്കുന്ന ബിദ്അത്തല്ല സുന്നത്താണ് മൗലൂദ്, എണ്ണണമെങ്കിൽ എണ്ണിക്കോ, വഹാബി എണ്ണിക്കോ എന്ന് പറഞ്ഞ് ശക്തി പ്രകടനം നടത്തി റോഡിലൂടെ പ്രവാചക സ്നേഹം ഉദ്ഘോഷിച്ചു നടക്കുന്ന ആളുകൾ. അവരിൽ പലർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി എന്താണ് എന്നറിഞ്ഞുകൂടാ. അവരത് പഠിച്ചിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രവാചക ചര്യ അറിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്ന, 5 വഖത്തും നമസ്കരിക്കണമെന്ന കാര്യത്തിൽ ഇവിടെ മുജാഹിദുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പ്രസ്ഥാനങ്ങൾക്കോ മാത്രമുള്ളൊരു വാദമായിട്ട് ആരും കരുതുകയില്ല. മുസ്ലിം ഉമ്മത്തിന് എല്ലാവർക്കും തർക്കമില്ലാത്ത കാര്യമാണ് 5 നേരം നമസ്കരിക്കണം എന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സമുദായത്തിൽ കുറെ ആളുകൾ ഈ വെള്ളിയാഴ്ച നമസ്കരിച്ചാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച നിസ്കരിക്കാം. അവർക്ക് ദീനുമായിട്ടുള്ള ബന്ധം ആകെ അത് മാത്രമാണ്. പിന്നെ 2 പെരുന്നാളിൽ നിന്ന് പള്ളിയിൽ പോകും. പിന്നെ കുട്ടി ജനിച്ചാൽ ചില കർമ്മം, നിക്കാഹിന്റെ സമയത്ത് ചില കർമ്മം, മരിച്ചാൽ ചില കർമ്മം, ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ചടങ്ങുകൾ. ഇങ്ങനെ നടക്കുന്നവരും അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ സുന്നിയാണ്. എന്താ ഈ സുന്നി എന്ന് പറഞ്ഞാൽ? പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. സുന്നത്തിനെ പിൻപറ്റുന്ന, പ്രവാചക ചര്യയെ പിൻപറ്റുന്ന ആൾക്കാണ് സുന്നി എന്ന് പറയുക.
അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ ചിന്താധാരയെ പിന്തുടരുന്നവർക്കാണ് സുന്നി എന്ന് പറയുക. ഇന്ന് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമുള്ളവരാണോ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ, അവർക്കാണ് രക്ഷപ്പെട്ട വിഭാഗം. 73 കക്ഷികളായി വേർപിരിഞ്ഞു പോകുമ്പോഴും സ്വർഗത്തിൽ പോകുന്ന ഏക കക്ഷിയായി ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന കക്ഷി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ ഹദീസിൽ നിന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേര് നമ്മുടെ മുൻഗാമികൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാകണമെങ്കിൽ എന്ത് വേണം? വിശ്വാസവും കർമ്മവും ഒക്കെ ഈ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് യോജിച്ചു വരണം. പ്രവാചകൻ കൊണ്ടുവന്ന പ്രവാചകന്റെ ചര്യയിലുണ്ടോ, അല്ലെങ്കിൽ സഹാബത്ത് പഠിപ്പിച്ച സഹാബത്തിന്റെ ഏകോപിച്ച നടപടിക്രമങ്ങളിലും വിശ്വാസങ്ങളിലും ഉണ്ടോ? ഇത് പരിശോധിക്കാതെ കാട്ടകാരണവന്മാരായി ചെയ്തു വരുന്നത്, പരമ്പരാഗതമായി ആചരിച്ചു വരുന്നത്, നാട്ടിൽ ഭൂരിപക്ഷം ചെയ്യുന്നത് എന്നൊക്കെയാണ് പലരും സുന്നി എന്നും സുന്നത്ത് ജമാഅത്ത് എന്നും പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ അറിയേണ്ടതുണ്ട്, സുന്നി എന്നും സുന്നത്ത് ജമാഅത്ത് എന്നും ഒക്കെ പറയുന്നത് ഒരിക്കലും തന്നെ കാട്ടകാരണവന്മാർ നടപടിക്രമങ്ങളെ പിൻപറ്റുന്നവർക്കോ ഭൂരിപക്ഷത്തിനോ പറയുന്ന പേരല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന മാതൃക ഏതോ ആ മാതൃകയെ വരതെറ്റാതെ പിൻപറ്റുന്നവർക്ക് പറയുന്ന പേരാണ്. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മൗലിദ് കൊണ്ടാടിയിട്ടില്ലെന്ന്. നമ്മൾ മാത്രം പറഞ്ഞതല്ലല്ലോ, മൗലിദിന്റെ ആളുകൾ തന്നെ പറഞ്ഞു, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗത്തിൽ നോക്കേണ്ടതാ. സീറത്തുൽ ഹൽബിയിൽ 1-ാം ഭാഗം എടുത്തു നോക്കിയാൽ അവിടെ സഹാബി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഹിജ്റ 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ ഇല്ല. അതിനുശേഷമാണ് ഇസ്ലാമിക സമുദായത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം നടപ്പിലായത് എന്ന് ഈ ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഫത്വൽ മുഈന്റെ ആശയ കിതാബായി അറിയപ്പെടുന്ന സയ്യിദ് ബക്കറിയുടെ ഇആനത്തു താലിബീൻ, അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി തലാക, മൗലിദ് കൊണ്ടാടുന്ന പരിപാടി 3 തലമുറകൾക്ക് ശേഷം 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായി ഇസ്ലാമിക സമുദായത്തിൽ ഉടലെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ പുതിയതായി ഉടലെടുത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത്, പുത്തനാശയം, ആചാരം എന്നൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രസംഗത്തിലും അവിടുന്ന് ഗൗരവത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ്, അമ്മാ ബഅദു, ഖുർആനാണ് ഏറ്റവും ഉത്തമമായ ഗ്രന്ഥമെന്നും ഏറ്റവും നല്ല ചര്യ പ്രവാചക ചര്യയാണെന്നും പറഞ്ഞ ശേഷം മതത്തിൽ ഏറ്റവും മോശമായത് പുതുതായി മതത്തിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. വകുല്ല മുഹദസത്തിൻ ബിദ്അ, അങ്ങനെ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പറയുന്ന പേരാണ് ബിദ്അത്ത്. അങ്ങനെയുള്ള ബിദ്അത്തൊക്കെയും സന്മാർഗത്തിന്റെ വ്യതിയാനമാണെന്നും ആ വ്യതിയാനം അവസാനം ചെന്നെത്തുന്ന നരകത്തിലാണെന്നും ഓരോ ഖുതുബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇങ്ങനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തേണ്ട ഗൗരവമേറിയ കുറ്റമാണ് ബിദ്അത്ത്. നിങ്ങൾക്കറിയോ, ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, ഒരു ബിദ്അത്തുകാരന് അവന്റെ ബിദ്അത്ത് പാടെ ഉപേക്ഷിക്കുന്നതുവരെ അവന്റെ തൗബയെ അല്ലാഹു തടഞ്ഞു വച്ചിരിക്കുന്നുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വിശ്വാസത്തിലോ ആചാരത്തിലോ പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമായ പിൽക്കാലത്ത് ആരെങ്കിലും ഒക്കെ കടത്തിക്കൂട്ടിയ വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാം ഇങ്ങനെ റബ്ബി ഗുഫ്ർലി, എനിക്ക് പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ നിന്നോട് ഞാൻ കൊടുക്കലിനെ തേടുന്നു എന്നൊക്കെ, അത്തൂബു ഇലൈക്, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് പറയാത്തൊരു മുഅ്മിൻ ഉണ്ടായിരിക്കില്ല. കാരണം മഗ്ഫിറത്ത് എന്ന മഹാഭാഗ്യം അത് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. പാപത്തിന്റെ കറകളുള്ള ഒരാളെയും സ്വർഗത്തിൽ കടത്തില്ല. അങ്ങനെയുള്ള നിത്യേന ഞാൻ തന്നെ 100ഓളം തവണ തൗബ ചെയ്യുന്നുണ്ട് എന്ന് ഉമ്മത്തിനോട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളാണ് നാം. അപ്പൊ തൗബയില്ലാതെ നമുക്കൊരിക്കലും ഇസ്ലാമിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ തൗബ അല്ലാഹു തടഞ്ഞു വെക്കും. ബിദ്അത്തുണ്ടെങ്കിൽ ആ തൗബ അല്ലാഹുവിലേക്ക് എത്തുകയില്ല എന്നാണ് പറയുന്നത്. അത്ര ഗുരുതരമായ കുറ്റമാണ് സുഹൃത്തുക്കളെ ബിദ്അത്ത് എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഊന്നി പറഞ്ഞിരുന്ന 2 വിഷയങ്ങൾ, ഒന്ന് തൗഹീദും ശിർക്കും, മറ്റൊന്ന് സുന്നത്തുമാണ്. തൗഹീദിന് വിരുദ്ധമായ ശിർക്കും സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്തും ഈ നാട്ടിൽ നിലനിൽക്കുന്നു. പക്ഷേ സുന്നത്ത് ബിദ്അത്തായും ബിദ്അത്ത് സുന്നത്തായും തെറ്റിദ്ധരിക്കപ്പെട്ടു. ശിർക്ക് തൗഹീദിന്റെ
വിശേഷിപ്പിക്കപ്പെട്ടു. മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ അതറിയാതെ പല വിദ്യാർത്ഥികളും സുന്നത്താണെന്ന വിചാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. തനിച്ച ശിർക്ക് തൗഹീദാണെന്ന നിലയ്ക്ക് ആചരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം ആദ്യകാലം മുതൽ തന്നെ ഊന്നി നിന്നത്. നാം വിദ്യാർത്ഥികളെ പാഠ വർജിക്കണം, നാം ശിർക്കിനെ പാഠ വർജിക്കണം, നാം യഥാർത്ഥ തൗഹീദ് പഠിക്കണം, നാം യഥാർത്ഥ സുന്നത്ത് പഠിക്കണം. ഈ ഒരു ആഹ്വാനമാണ് കഴിഞ്ഞ 190 വർഷങ്ങളായി ഈ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസ്ഥാനത്തിന് സംഘടിത രൂപം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ നാട്ടിലും ലോകത്തിന്റെ പല ഭാഗത്തും ഈ ആദർശം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രവാചക ചര്യ ഏതാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ അറിയാതെ പ്രവാചക ചര്യ എന്താണെന്ന് വ്യക്തമായി അറിയാതെ അങ്ങനെ നാട്ടു നടപ്പനുസരിച്ചും മാമൂലുകൾക്കനുസരിച്ചും ഇതൊക്കെ സുന്നത്താണെന്ന ധാരണ, സുന്നെ ഞങ്ങളൊക്കെ ചെയ്യേണ്ടതാണെന്ന ധാരണയിൽ ചെയ്തു കൂട്ടുന്നവരെയും മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പ്രവാചക ചര്യയും ആധുനിക മുസ്ലിം സമൂഹവും എന്ന വിഷയം നാം ചർച്ചക്കെടുക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് മുബത്തദികളെന്നും പുത്തനാശയക്കാരെന്നും പറയുന്നവരിവിടെയുണ്ട്. ഈ പറയുന്ന സുന്നി എന്ന് പറയുന്ന വിഭാഗക്കാർ ഞങ്ങളെക്കുറിച്ച് പറയലെന്താ? വഹാബികൾ പുത്തനാശയക്കാരാണ്. അവരുടെ കൂട്ടത്തിലെ തീവ്ര വിഭാഗമെന്ന് അവകാശപ്പെടുന്നവർ മുജാഹിദുകളോടും ജമാഅത്തുകാരോടും സലാം പറയാൻ പാടില്ല, കാരണം അവർ മുബത്തദികളാണ്, പുത്തനാശയക്കാരാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ കുരുന്നു ഹൃദയങ്ങളിൽ അവർ കടിപ്പിച്ചു വിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയണം. ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുത്ഇമു തആമാണ്, ഭക്ഷണം കൊടുക്കലാണ്. വതഖറഉസ്സലാമ, സലാം പറയലാണ്. അലാമൻ അറഫ്ത വമൻ താരിഫ്, നിനക്ക് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും. ഇവർ പറഞ്ഞെന്താ? ആദ്യം കണ്ടാ ചോദിക്കണം, എന്ത്, നിങ്ങൾ ആരാണ്, നിങ്ങളേതാ ഗ്രൂപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഏപ്പിന്റെ ആളെന്നെയാണെന്ന് എന്നാ അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നല്ലോ പുലി പറഞ്ഞത്. ഈ രൂപത്തിൽ ഞങ്ങളെക്കുറിച്ച് മുബത്തദിയാണെന്ന് ആരോപിക്കുന്നവരോട് ഞങ്ങൾ പണ്ടേ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പറ, ഞങ്ങൾ കൊണ്ടുവന്ന ബിദ്അത്ത് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ലാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത ഏത് വിശ്വാസമാണ്, ഏത് ആചാരമാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് ഇവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ പഠിച്ച ബിദ്അത്ത് എന്തായോ? നമുക്ക് പരിചയമില്ലാത്ത, നമ്മുടെ ഉപ്പാപ്പന്മാർക്ക് പരിചയമില്ലാത്ത, നമ്മുടെ ഉസ്താദ് കേട്ടിട്ടില്ലാത്ത, ഉസ്താദിന്റെ ഉസ്താദ് കേട്ടിട്ടില്ലാത്ത, ഈ തലമുറയിലോ കഴിഞ്ഞ തലമുറ അതിന്റെ മുമ്പത്തെ തലമുറയിലോ ഇല്ലാത്തത്. അപ്പൊ 2-3 നൂറ്റാണ്ട് ജീവിച്ച ആളുകൾക്കൊന്നും പരിചയമില്ലാത്തതാണെങ്കിൽ അത് പുത്തനാശയമായി. ഇസ്ലാമിൽ പുത്തനാശയം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ലാത്തത്, സഹാബത്തിന്റെ കാലത്തില്ലാത്തത്, അതിനുശേഷം ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ടതൊക്കെ പുത്തനാശയ. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞിട്ട് 1400 കൊല്ലം, ഏതാണ്ട് 14 നൂറ്റാണ്ട് കടന്നുപോയി.
മതമുള്ളവരില്ലാത്തവരില്ലേ? ബാൽക്കണിയിലെ ഒരു കസേരയിൽ സുരേന്ദ്രൻ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളെക്കുറിച്ച് മുബ്തദിആണെന്നും പുത്തനാശയക്കാരനാണെന്നും ആരോപിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്തു വിധത്താണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നാളിതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന കാര്യമുണ്ട്, പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമായ, സഹാബത്തിന് പരിചയമില്ലാത്ത യാതൊരു കാര്യവും ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നില്ല. നമ്മുടെ ഇസ്ലാമിക സമുദായത്തിൽ നിലനിൽക്കുന്ന പല വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുകയും അത് മുസ്ലിമീങ്ങൾക്ക് തിരുത്തി കൊടുക്കുകയും യഥാർത്ഥ സുന്നത്തിലേക്കും സഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുകയുമാണ് ഈ പ്രസ്ഥാനത്തിന് നിർവഹിക്കാനുള്ളത് എന്ന് ആദ്യം മുതൽ തന്നെ ജനങ്ങളോട് പറഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷേ വിദേഹികളെ എതിർക്കുമ്പോഴൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ള, പണ്ട് മുതൽക്കേ കേട്ടു വന്നിട്ടുള്ള ഒരു മറുപടിയുണ്ട്. അതെന്താണ്? നിങ്ങളീ പറയുന്ന വിദഅത്തൊക്കെ അത് ഇസ്ലാമിലുള്ള കാര്യങ്ങളല്ലേ? ഒന്നുകിൽ ദിക്റായിരിക്കും, അല്ലെങ്കിൽ ദുആ ആയിരിക്കും, അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലായിരിക്കും, അല്ലെങ്കിൽ സ്വലാത്തായിരിക്കും. ഇങ്ങനെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നത്? അതിനെന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്ന് സാധാരണയായി മുസ്ലിമീങ്ങൾക്കിടയിലൊക്കെ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെ ഇമാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, മഅ്മൂമീങ്ങൾ ഇങ്ങനെ ആമീൻ പറയുക. ളുഹറിനും അസറിനും മഗ്രിബിനും ഇശാക്കും സുബഹിക്കും 5 നേരവും പള്ളിയിൽ നടന്നു വരുന്ന തനിച്ചൊരു ബിദ്അത്താണിത്. ഇതിനെ വിമർശിക്കുമ്പോൾ ആളുകൾ പറയും, നിങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നത്? വിവരമുള്ള ഉസ്താദ് അവരുടെ ദ്വാരയ്ക്കും വിവരമില്ലാത്ത ഞങ്ങളെ ആമീൻ പറയും ചെയ്ത് അവർ നല്ല കാര്യമല്ലേ അത്? നമുക്കിപ്പോ എല്ലാ ദ്വയും കിട്ടുമോ? മൂപ്പരിക്കല്ലേ അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ മൂപ്പരിങ്ങനെ നിർത്തുന്നതിന് ആമീൻ പറഞ്ഞാൽ നല്ല മറ്റുള്ള ഒരു ഏർപ്പാടല്ലേ അത്? ഞങ്ങൾ ചോദിച്ചു, നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതെന്താ? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനെങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അവിടുന്ന് 20,000-ഓളം വഖത്ത് ഫർള് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. മിഅ്റാജിൽ വെച്ചാണല്ലോ 5 നേരത്തെ നമസ്കാരം ഫർളാക്കപ്പെട്ടത്. അതിനുശേഷം അവിടുന്ന് 10-13 കൊല്ലത്തോളം ജീവിച്ചു. ആ കാലഘട്ടത്തിൽ ഓരോ ദിവസവും അവിടുന്ന് 5 നേരം നിസ്കരിച്ചു. അപ്പൊ 360 ദിവസം നിസ്കരിച്ചാൽ 5 × 360 ഒരു കൊല്ലം എത്ര നിസ്കാരം ഉണ്ടാവും? അങ്ങനെ 12 കൊല്ലം എത്ര നിസ്കാരം ഉണ്ടാവും? അങ്ങനെ 20,000-ഓളം വഖത്ത് നിസ്കരിച്ചു. ഒരിക്കലെങ്കിലും പുണ്യ റസൂൽ അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും സഹാബത്ത് ആമീൻ പറയുകയും ചെയ്ത ഒരു ഹദീസ് നിങ്ങൾ കൊണ്ടുപോവാ. അപ്പോഴല്ലേ നമ്മൾ പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളാണ്, പ്രവാചക സുന്നത്തിന്റെ ആളുകളാണ് എന്ന അവകാശവാദത്തിൽ അല്പമെങ്കിലും സത്യമുണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞതെന്താണ്? ദളിവും ന്യായവും പറയാനില്ല, ദ്വായല്ലേ, നല്ലതല്ലേ. ഒരാൾ ദ്വാരന്നിട്ട് മറ്റേ ആമീൻ പറഞ്ഞ ഇസ്ലാം എന്നേറ്റ് പുറത്തു പോകുമോ? നിങ്ങളുമൊക്കെ ചിലപ്പോ നിങ്ങളെ പ്രസംഗത്തിന് ശേഷം ദ്വാരക്കും നിങ്ങൾ ആളുകൾ ആമീൻ പറയും ചെയ്യാറില്ലേ? യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഏർപ്പാട് തന്നെ ഇല്ലാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ നമസ്കാരം എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിസ്കാര ശേഷമുള്ള വിക്രുകൾ, അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയണം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ. ആയത്തുൽ കുർസി ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 3 സൂറത്തുകൾ ഓതണം. അത് സുബഹിക്ക് ശേഷം 3 പ്രാവശ്യം, വൈകുന്നേരത്ത് 3 പ്രാവശ്യം. ഇങ്ങനെ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇതൊക്കെ പഠിപ്പിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ. അങ്ങനെ 99 കഴിഞ്ഞാൽ 100 തികക്കാൻ
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഞങ്ങളെ പുസ്തകത്തിൽ ഞങ്ങളത് പഠിപ്പിക്കുന്നത്. ഞങ്ങളെ മദ്രസയിലെ 3-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഫിഖ്ഹിൽ ഒരു അധ്യായം തന്നെ അൽ അദ്കാർ ബഅദ സ്വലാത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, നിസ്കാര ശേഷം എന്തൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇല്ലാത്ത ഒരു ബിദ്അത്താണെന്ന് ശാഫി മദ്ഹബിന്റെ കിതാബുകളിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സലാം വീട്ടിയാൽ ഉടൻ ഇമാം ഒരു എഴുന്നേറ്റ് പോയിട്ട് വേറെ അപ്പുറത്ത് പോയിരുന്നിട്ട് അദ്ദേഹം ദിക്റുകൾ ചെല്ലണം, എന്നിട്ട് അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കണം എന്നാണ്. സലാം വീട്ടുന്നതോടുകൂടി ഇമാമും മഅ്മൂമും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ തെളിവ് സഹിതം പഠിപ്പിക്കുകയും ഇത് ബിദ്അത്താണെന്ന് സമർത്ഥിക്കുകയും ചെയ്താലും മുസ്ലിയാക്കന്മാർ അതിന് ന്യായീകരണവുമായി വരാറുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിയാർ അതിന്റെ ഒരു ചെറിയ വശം നിസ്കാര ശേഷം ഇപ്പോൾ ഒരു 3 സ്വലാത്ത് ചെല്ലുന്ന പതിവ് ചില മഹല്ലുകളിലൊക്കെ ഉണ്ടല്ലോ ഉസ്താദ്, അതിന്റെ നിയമം എന്താണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ഒരു സാധാരണക്കാരൻ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം ഏപ്പിക്കാരെ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും അത് ഏപ്പിക്കാരുണ്ടാക്കിയാൻ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ടൊരു മറുപടി പറഞ്ഞു. ആ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് സുന്നത്തും ബിദ്അത്തും വേർതിരിയുന്നത്. ദുആനോ ദിക്റാണോ സലാത്താണോ നോക്കിയിട്ടല്ല, പ്രവാചകൻ ശേഷം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് സുന്നത്തും ബിദ്അത്തും വേർതിരിയുന്ന മാനദണ്ഡമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ആദ്യമായി കേൾപ്പിക്കുന്ന ക്ലിപ്പ് അതാണെന്ന് കേട്ടോളൂ നിങ്ങൾ. സംസ്ഥാനത്തിന്റെ ദ്വാരത്തിന് ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ, അത് എന്താണ്ട് നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല എന്ന് പറയാമോ? ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ സ്ഥല സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാർ തുടങ്ങിയവരുണ്ട് അല്ലേ? എന്നാൽ സ്വലാത്ത് നല്ല കാര്യം തർക്കമില്ല. അപ്പൊ ഏപ്പിക്കാർ 3ആക്കിയപ്പോൾ നമ്മളാൾക്കാരെ 10ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരന്റെ മുൻപും സ്വലാത്തില്ല, ശേഷം സ്വലാത്തില്ല. അത് 2ഉം ചെല്ലാം, 3ഉം ചെല്ലാം, 5ഉം ചെല്ലാം, 10ഉം ചെല്ലാം. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയങ്ങൾക്ക് തെശ്വീഷൻ ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മുഴുവൻ സുന്നത്താ വിചാരിച്ച വിദ്യാർത്ഥിയായി ഒരു ഇസ്ലാമിക മസലകൾ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് അല്ലെങ്കിൽ ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3ഓ 5ഓ 10ഓ 200ഓ 1000ഓ സ്വലാത്ത് ആർക്കും തന്നെ സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോ അഭിനന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ തെരഞ്ഞെടുത്ത ഭാഗത്തെ അസംസ്കരിക്കാൻ പള്ളിക്കാർ ആ പള്ളിക്കാരൻ ദ്വാര കഴിക്കും 3 സ്വലാത്ത് പഠിച്ചു. അപ്പൊ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് ചെയ്തു. എന്താ സ്വലാത്ത് ചെയ്തു? നിനക്ക് എവിടെ കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത് സംഭവത്തിൽ സാക്ഷിയാരാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവർ സുന്നത്താന്ന് വിചാരിച്ച തെറ്റാ, എന്തെങ്കിലും ഓക്കെ ശബ്ദമില്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യാം സ്വലാത്ത് എല്ലാം. അതാണ് സമീപനം. ഈ സമീപനമാണ് ഇത്ര കാലം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ദീനിനെ വെട്ടിക്കുറച്ചു, ദീനിലുള്ളത് പലതും നിങ്ങൾ പൂഴ്ത്തിവെച്ചു. മുതലാളിമാർ മുജാഹിദാകാൻ വേണ്ടി ദീൻ ഞങ്ങൾ ദീനിനെ വെട്ടിക്കുറച്ചു, മുതലാളിമാർ മുജാഹിദാകാൻ വേണ്ടി റിഡക്ഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? കളിയാക്കി. ജഗോൺബോയ് മുട്ടത്തുമായി എണീറ്റ് പായല്ലേ എന്ന് നിങ്ങൾ പരിഹസിച്ചു. ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിസ്കാര ശേഷം അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് വിചാരിച്ച ബിദഅത്തായി. അല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ച് മറ്റേയാൾ ആമീൻ പറഞ്ഞ എപ്പോഴും ബിദഅത്താണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏർപ്പാടില്ലാത്തത്. ഇപ്പൊ നിസ്കാര ശേഷം 3 സ്വലാത്ത് ചെല്ലിന്റെ ഹുക്കം എന്താന്ന് ചോദിച്ചപ്പോ സ്വലാത്തല്ലേ, നല്ലതല്ലേ, എപ്പോ ചെല്ലിയാലെന്താ, 3000 എന്താ, 30,000 എന്താ, നിങ്ങളെന്താ വഹാബിയായോ എന്നല്ലല്ലോ ചോദിച്ചത്. അത് ഏപ്പിക്കാരൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവർ 3ആക്കിയത് നമ്മൾ 10ആക്കി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏപ്പിക്കാരൊന്ന് താങ്ങിയതാ, അതിനുവേണ്ടി കേസറ്റ് ഇറക്കിയതാ. പക്ഷെ ഇത് തിരിഞ്ഞില്ല. എന്താണ് ആ സ്ഥലത്ത് അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച വിധേയത്തായി. ഏതിനെ പറ്റി? സ്വലാത്തിനെ പറ്റി. സ്വലാത്തല്ലേ, നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ, അതൊക്കെ വിധേയത്താന്ന് പറഞ്ഞ് തള്ളണോ എന്നല്ല ഇസ്ലാമിന്റെ പൊതുവായ നിയമം. അവിടെ അങ്ങനെ സ്വലാത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് പഠിപ്പിക്കാത്തൊരു സ്ഥലത്ത് സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് വിചാരിച്ചാൽ അത് വിധേയത്തായി എന്നാണ്. ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഞങ്ങളും ഇത്രകാലം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ
എതിർത്തു, ദീനിനെ വെട്ടിച്ചുരുക്കലാണെന്ന് ആക്ഷേപിച്ചു. ഇപ്പോ കുറച്ചെങ്കിലും സമ്മതിച്ചു. നിങ്ങൾ നോക്ക്, പെരുന്നാളിനൊക്കെ എന്താ നമ്മൾ ബാങ്ക് കൊടുക്കാത്തത്? പെരുന്നാളിന് ബാങ്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മയ്യത്ത് നിസ്കാരത്തിന് എന്താ ബാങ്ക് വെക്കാൻ പറ്റില്ലാത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഗ്രഹണ നിസ്കാരത്തിന് എന്താ ബാങ്ക് വെക്കാൻ പറ്റില്ലാതെ? പുണ്യ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചത് ചെയ്യലും, ചെയ്യാതെ വിട്ടത് ചെയ്യാതിരിക്കലും സുന്നത്താണ്. നല്ലതല്ലേ എന്ന് വിചാരിച്ചുണ്ടാക്കാൻ ഇപ്പൊ ഷിയാക്കൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച എത്ര ദിക്റും ദുആയൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇല്ലാത്തതാണ്. ഷിയാക്കൾ കൊണ്ടുവന്നത് ദിക്റായിരിക്കും. അവര് ബാങ്ക്, നമ്മളെ ബാങ്കിന്റെ വലുപ്പോ ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് ഷിയാക്കളെ പള്ളിയുണ്ടെങ്കിൽ ആദ്യം ഒരു 50 സ്വലാത്തൊക്കെ ഉണ്ട്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ ആയത്തൊക്കെ ഓതി ഒരു 50 സ്വലാത്തൊക്കെ പറഞ്ഞിട്ടാ തുടങ്ങിയ. എന്നിട്ട് ബാങ്കൊക്കെ തുടങ്ങി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞാൽ പിന്നെ അശ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് അതിന് പറയുന്നത്. അള്ളാഹുവിന്റെ വലിയാണ് അലി റളിയല്ലാഹു അൻഹു. നമുക്കിത് തർക്കമുണ്ടോ? എല്ലാ സഹാബാക്കളും അഹ്ലുല്ലാഹിനെ വിശ്വസിക്കുന്നവരാ നമ്മള്. അശ്ഹദു അന്ന അലിയൻ ഹുജ്ജത്തുല്ലാഹ് അതിന്റെ അടുത്തത് അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഈ ദുനിയാവിന്റെ തെളിവാണ്, രേഖയാണ്. അപ്പൊ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? മുഹറം 10 അവരെന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. അവരെ കിതാബിൽ ഏതെല്ലാം ദിക്റും ദുആയുണ്ട്. വേണ്ട, ഒന്ന് കൊടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം ദുആ ചില കിതാബിലൊക്കെ ഉണ്ട്. ഇപ്പൊ മിൻഹാജിന്റെ ശറഹായ മുഗ്നീനുണ്ട്. പക്ഷെ ഇമാം നബവി അദ്ദേഹത്തിന്റെ മിൻഹാജ് എന്ന ഫിഖ്ഹ് ചുരുക്കി എഴുതിയിട്ടുള്ള കിതാബ, അതിൽ പറഞ്ഞതെന്താ? ഹദർത്തു ദുആഅൽ അഅ്ളായി, അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. കാരണം ഇതിൽ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അസ്ലില്ല. നല്ല ദുആയാണത്. മുമ്പൊക്കെ പ്രസംഗത്തിൽ നമ്മൾ അത് പറയാറുണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും. ചില സാധാരണക്കാരായ ഈ നാട്ടുകാരായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് പരിചയം ഉണ്ടാവില്ല. ഇമാം നബവി അവിടെ ദുആനെ ഒഴിവാക്കിയത്, ഓരോ അവയവങ്ങൾ വേണ്ടുണ്ടാക്കുമ്പോ കൈ കഴുകുന്ന സമയത്ത് പഠിച്ചവനെ നിനക്ക് എതിര് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്റെ 2 കൈയിനെയും തടയണേ, സംരക്ഷിക്കണേ. നല്ല കാര്യല്ലേ? പിന്നെ വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുമ്പോ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക, നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നീ എന്നെ സഹായിക്കണേ. മൂക്കിൽ വെള്ളം കയറ്റുമ്പോ അല്ലാഹുമ്മ അരിഹിനി റായിഹത്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മണം എന്നെ ആസ്വദിപ്പിക്കണേ. മുഖം കഴുകുമ്പോ അല്ലാഹുമ്മ ബയ്യിൻ വജ്ഹി യൗമ തബയ്യന്നു വുജൂഹും വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന പരലോകത്ത് എന്റെ മുഖത്തെ നീ വെളുപ്പിക്കണേ. വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുമ്പോ അല്ലാഹുമ്മ അഅ്തിനി കിതാബി ഫീ യമീനി, നാളെ പരലോകത്ത് എന്റെ രേഖ വലത് കയ്യിൽ തരണേ. വഹാസിബിനി ഹിസാബൻ യസീറ, എന്നെ ലഘുവായി മാത്രം വിചാരണ ചെയ്യണേ. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാന്ന് ഖുർആനിൽ ഹദീസിലുള്ളതാണ്. ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അല്ലാഹുമ്മ ലാ തുഅ്തിനി ഫീ കിതാബി ഫീ ശിമാലി, നന്മ തിന്മകളുടെ രേഖ എന്റെ ഇടത് കയ്യിൽ തരല്ലേ, എന്റെ പിൻഭാഗത്തുകൂടെ തരല്ലേ. തല തടവുമ്പോ അല്ലാഹുമ്മ അജ്ജിൽ ശഅരി വ മസരി അലന്നാർ, എന്റെ മുടിക്കും എന്റെ തൊലിക്കും നരകത്തെ ഹറാമാക്കണേ. ഇനി ചെവി തടവുമ്പോ അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, എല്ലാ നല്ല വാക്കുകളും കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണേ. കാല് കഴുകുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്ത് യൗമ തസില്ലു ഫീഹിൽ അഖദാം, കാലുകൾ ഇടവുന്ന സിറാത്ത് പാലത്തിൽ എന്റെ കാൽപാദത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. ഫിറ്റായ 22 അല്ല 23 കാരറ്റ് ദുആ അല്ലേ? നല്ല 916. പക്ഷേ പവൻ മാറ്റി ദുആയെ ആരൊഴിവാക്കി? മുജാഹിദീങ്ങൾ ഒഴിവാക്കിയതല്ല. ഹദത്തു, ഞാൻ തട്ടി എന്നാ പറഞ്ഞത്. ആര്? ഇമാമ പറയുന്നത് ഞാൻ തട്ടി. അവയവങ്ങൾ കഴുകുമ്പോൾ ഈ ദുആയെ ഞാൻ തട്ടി. കിതാബിലുള്ള ദുആല്ലേ, കിതാബിലുള്ളപ്പോൾ ഞാൻ പഠിച്ചത് ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാനത് കണ്ടിട്ടില്ല. അത് ദർസിലെ കോതിയുന്ന മിൻഹാജിന്റെ കിതാബ്, മിൻഹാജ് എന്ന കിതാബിന് ഖതീബ് ഷിർബീനിയുടെ മുഗ്നി എന്ന വിശദീകരണമുണ്ട്. അതിലുള്ളതത്. അപ്പൊ കിതാബിൽ ഉണ്ടായിട്ട് കാര്യമില്ല. മാത്രമല്ല റാഫി ഇമാമിനെ പോലെയുള്ള ചില ആളുകൾ ഇത് സുന്നത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സലഫുകളിൽ ചിലരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നും ഒക്കെ കാണാൻ മുഴുവനില്. എന്നിട്ടും നബി ഇമാം അത് തട്ടി. കാരണം എന്താ? ഇതിൽ അസ്ലോ അതിൽ അസലില്ല. അസലില്ലാതെന്ന വൽക്കുന്നർത്ഥ കയ്യിലെ കിതാബിലില്ല എന്നല്ല അർത്ഥം. ഈ കുത്തുബിൽ ഹദീസ്, ഹദീസിന്റെ കിതാബിലില്ല. അപ്പൊ ഹദീസിന്റെ കിതാബിൽ സ്ഥിരപ്പെട്ടാൽ മാത്രമേ ദുആയും ദിക്റുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിസ്കാര ശേഷമുള്ള സ്വലാത്ത്
സുന്നത്താണെന്ന് വിചാരിച്ചാൽ ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദുകൾ പണ്ടേ പറയുന്ന കാര്യങ്ങൾ കുറേശ്ശെയായെങ്കിലും ഇവർക്കും ബോധ്യമാകുന്നുണ്ട്. പക്ഷെ പണ്ട് എതിർത്ത് പോയതുകൊണ്ട് ഇനിയിപ്പോ നിവൃത്തിയില്ലല്ലോ എന്ന് നിലക്ക് അതിൽ തന്നെ കടിച്ചു പോകുന്ന കാഴ്ചയാണ്. തൗഹീദ് തകർന്ന് ചരിത്രമായി മുജാഹിദുകൾ 8 16 എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാർ ഞങ്ങളുടെ തൗഹീദ് അചഞ്ചലമാണ്, നിങ്ങളുടെ തൗഹീദോടെ നിങ്ങളുടെ ശിർക്ക് അചഞ്ചലമാണെന്ന് ക്യാമ്പയിൻ നടത്തിക്കോ, അതിന് കുഴപ്പമില്ല. നിങ്ങളുടെ തൗഹീദ് അചഞ്ചലമാണ്. ഏതാ നിങ്ങളുടെ തൗഹീദ്? മുജാഹിദുകളുടെ തൗഹീദിന് മാറ്റം വന്നു എന്നാണ് പറഞ്ഞത്. എന്താ മാറ്റം? മുജാഹിദുകൾക്ക് മരിച്ചവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? ചില മുസ്ലിയാക്കന്മാര് പറയാണ്, ഇപ്പോ മഹാന്മാരെ വിളിച്ച് തേടാൻ പാടില്ല, ജിന്നിനെ മലക്കിനെ വിളിച്ച് തേടാനുള്ളിടത്ത് മുജാഹിദുകൾ എത്തി, അടുത്ത് തന്നെ ബദരീകളെ വിളിച്ച് തേടാൻ എത്തും. കളവ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയുന്നവർക്കുണ്ടോ? ഞങ്ങളെ പേരിൽ കളവ് പറയാൻ വല്ല മടിയും? ഞങ്ങൾ വെല്ലു വിളിച്ചു. കുബൂരിയാകട്ടെ, മടമൂരിയാകട്ടെ, നവമടമൂരിയാകട്ടെ, ആരാകട്ടെ, നിങ്ങൾ കൊണ്ടുപോകാൻ ഒരു ക്ലിപ്പ് ഞങ്ങൾ അങ്ങനെ പ്രസംഗിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞങ്ങൾ ഏത് മുജാഹിദ് പ്രവർത്തകനെ ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേന്ന്, നിങ്ങൾ ബദരീകളെ കാക്കണേ, മൊയ്തീസയ്ക്കെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കണ ഒരു മുജാഹിദ് പ്രവർത്തകന് ഇവിടെ 10,000 മുജാഹിദ് പ്രവർത്തകർ കേരളത്തിലില്ല. ഒറ്റ മുജാഹിദ് പ്രവർത്തകരെ നീ കൊണ്ടുപോവാ എന്ന് ഞങ്ങൾ 100 സ്റ്റേജുകളിൽ വെല്ലുവിളിച്ചു. കൊണ്ടുവരാൻ കുബൂരികൾക്ക് സാധിച്ചില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം തകർന്നു കിട്ടിയാലേ ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്ത് അതിവിടെ നിരാക്ഷേപം നടത്താൻ പറ്റുള്ളൂ. ഈ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ മുസ്ലിയാക്കന്മാര് പറയുന്നത് 100% സത്യമാണെന്ന് പറഞ്ഞ് വിഴുങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ഇതുപോലെയുള്ള പ്രസംഗ പരിപാടികളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ വിഷയങ്ങൾ മനസ്സിലാക്കി പഠിച്ചു മാറി വന്നവരാണ്. ഇങ്ങനെ സ്വന്തം കാലിൻ തോട്ടുന്ന അനുയായികൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്നതിനുള്ള ബേജാറ് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തകരട്ടെ, മുജാഹിദ് പ്രസ്ഥാനം തുലയട്ടെ എന്ന് വിചാരിച്ച് മുസ്ലിയാക്കന്മാർ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഇല്ലാത്ത ആരോപണം ആര് പറഞ്ഞാലും അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോക്കി, അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് അത് അന്നും ഇന്നും ശിർക്കാണ്. അല്ലാഹുവല്ലാത്തവർ നേർച്ച വഴിപാടുകൾ നടത്തുന്നത് അന്നും ഇന്നും ശിർക്കാണ്. ഉറുക്കും ഏലസും കെട്ടുന്നത് അന്നും ഇന്നും ശിർക്കാണ്. കാര്യകാരണ വസ്തുക്കൾക്കുപരിയായി മനുഷ്യനെ സഹായിക്കാൻ, മനുഷ്യനെ ഉപദ്രവിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അഭൗതികമായ കഴിവെന്ന് പറയുന്നത് അല്ലാഹു മാത്രമുള്ള കഴിവാണ്. ഈ സൃഷ്ടികളുടെ കഴിവും അതിന്റെ കാര്യകാരണങ്ങളും നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം ഭൗതികമായ കഴിവ് തന്നെയാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾക്കൊക്കെ ഭൗതിക അഭൗതികം തിരിയാവുകയും തിരിഞ്ഞിട്ടും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി തിരിയില്ല എന്ന് നടിക്കലും ഒക്കെ നടക്കുന്നുണ്ടെന്നല്ലാതെ വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആദർശത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ സംഘടനയിൽ നിന്ന് പുറത്തുപോയ ആളാ ഞാന്. മെമ്പർഷിപ്പ് ഒക്കെ എന്റെ പ്രസംഗമൊക്കെ മുജാഹിദിന് വരുന്നുണ്ടോണ്ടാണ്. എന്നെക്കുറിച്ച് പറഞ്ഞൊരു പച്ച കള്ളമാണ് എന്ന് മുജാഹിദ് പ്രവർത്തകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൗഹീദിന്റെ പുതിയ നിർവചനം കൊണ്ടുവന്നു, മുസ്ലിം ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കി എന്നാണല്ലോ പണ്ട് മുതൽക്കേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നത്. ഞങ്ങൾ അന്നും ചോദിച്ചു. 2002 മടവൂർ വിഭാഗം പുറത്തുപോയ ഉടനെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചന്ദ്രികയിൽ ലേഖനമെഴുതി മുജാഹിദുകൾ തൗഹീദിന്റെ പുതിയ നിർവചനം കൊണ്ടുവന്നതാണ് മുസ്ലിം ഉമ്മത്തിൽ പ്രശ്നമുണ്ടാക്കിയത്. ഞങ്ങൾ ചോദിച്ചു, ഏത് നിർവചനമാണ് മുസ്ലിയാരെ ഞങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങളും ഞങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഇബാദത്തിന്റെ നിർവചനമാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനിയോട് ഖുർആൻ പരിഭാഷയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞീര് മൗലവിയാണ് ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറഞ്ഞ നിർവചനം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളും അംഗീകരിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് വിനയവും താഴ്മയും അങ്ങേയറ്റമാകുന്നത്? അത് വിശദീകരിച്ചു സയ്യിദ് റസൂലുള്ള. അദ്ദേഹം പറഞ്ഞു, വിനയം അർപ്പിക്കപ്പെടുന്ന വ്യക്തിയെപ്പറ്റി, ശക്തിയെപ്പറ്റി വിനയം അർപ്പിക്കുന്നവന്റെ മനസ്സിലുണ്ടാകുന്ന വിശ്വാസം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിനയം അങ്ങേയറ്റമായി മാറുന്നത്. ഒരാള് ഒരു പോലീസുകാരൻ
ഭരണാധികാരൻ ഒരു സാധാരണക്കാരനെ ബൂട്ടിട്ട് ചവിട്ടാണ്. യമനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അത് ആരാധനയാകുന്നില്ല. കാല് പിടിച്ചു പറഞ്ഞു, എന്നാലും ആരാധനയാകുന്നില്ല. കാരണം എന്താ? പോലീസുകാരനെ പറ്റി മനസ്സിൽ ഒരു അഭൗതിക വിശ്വാസം ഇയാൾക്കില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തായി എന്നെ സഹായിക്കാൻ ഈ പോലീസുകാരന് കഴിയുമെന്ന് ഇയാൾ വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ചൊരു വലിയന്റെ കാൽക്കൽ വീണിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അത് ആരാധനയായി. കാരണം വലിയന് എല്ലാ കറാമത്തെന്ന പേരിൽ അസാധാരണമായ പല കഴിവുകളും സിദ്ധികളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എവിടെയായാലും എന്നെ കേൾക്കാനും എന്നെ സഹായിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് വലിയന്റെ കാൽക്കൽ വീഴുന്നത്. അതുപോലെ രാജാവിന്റെ ഉമ്മറപ്പടി ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽപ്പാദം ചുംബിച്ചുകൊണ്ട് ഒരാൾ വീണ് കിടക്കുകയാണ്. എന്താ അയാൾ ആഗ്രഹം? രാജാവിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ രാജാവിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പിൻവലിക്കണം, ശിക്ഷയിൽ ഇളവ് ചെയ്യണം. ഇങ്ങനെയുള്ള ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി രാജാവിന്റെ കാൽപാദം ചുംബിച്ചാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉമ്മറപ്പടി ചുംബിച്ചാലോ ആരാധനയാകുന്നില്ല. കാരണം രാജാവിനെ പറ്റി ഭക്ത്യാദരവുകൾ മനസ്സിലില്ല. അപ്പോ വിനയം അർപ്പിക്കുന്നവന്റെ മനസ്സിൽ ഭക്ത്യാദരവുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ വിനയം അപസാകായത്തിലെത്തുന്നത്, അങ്ങേയറ്റമായി തീരുന്നത്. അപ്പോഴാണ് അത് ഇബാദത്തായി തീരുന്നത്. സാധാരണ വിളിയും അപേക്ഷയും പ്രാർത്ഥനയായി മാറുന്നതും ഈ ഒരു വിശ്വാസം മനസ്സിലുള്ളപ്പോഴാണ്. വിളി എപ്പോഴാണ് ഇബാദത്താകുക? സാധാരണ ഒരു വിളി, ഒരു അപേക്ഷ എപ്പോഴാണ് ദ്വാരായി മാറുക എന്നതും ഞങ്ങൾ പണ്ട് മുതലേ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക്. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവുമില്ല. ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാർ തന്നെ അക്സാകായത്തിൽ ഹുമൂഇമത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന ഇബാദത്തിന്റെ നിർവചനത്തെ അവരും വിശദീകരിക്കാറുണ്ട്. ഉസ്താദന്മാരെ മുമ്പിൽ നമ്മൾ വിനയം കാണിക്കാറുണ്ട്, മാതാപിതാക്കളെ മുമ്പിൽ താഴ്മ കാണിക്കാറുണ്ട്. അതൊന്നും ആരാധനയല്ല, അതെല്ലാം സാധാരണ താഴ്മയും വിനയവുമാകുന്നു. അതിന് അപ്പൊ സാധാരണ താഴ്മ, അസാധാരണ താഴ്മ. ഉസ്താദിന്റെ മുമ്പിൽ കാണിക്കുന്ന താഴ്മ വേറെ, വലിയന്റെ മുമ്പിൽ കാണിക്കുന്ന താഴ്മ വേറെ. നിങ്ങളെന്നെ വിശദീകരിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ വിശദീകരിച്ചാൽ അത് കുഴപ്പമില്ല, റഷീദുള്ള വിശദീകരിച്ചാൽ അത് പുതിയ നിർവചനമായി. ഞങ്ങൾ പുതിയ നിർവചനം പറഞ്ഞിട്ടില്ല. മുൻഗാമികൾ പറഞ്ഞ നിർവചനത്തെ ഭംഗിയായി വിശദീകരിക്കുക മാത്രമാണ് സയ്യിദ് റഷീദ് ചെയ്തിട്ടുള്ളത് എന്നും 2002 ഫൈസിക്കുള്ള മറുപടിയിൽ ഈ ഉള്ളവർ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ അമ്പലക്കട ഫൈസ് എന്ന് പറഞ്ഞു, ഒരു ഇസ്രായേലി ഭടന് ഒരു ഫലസ്തീനി യുവാവിനെ മൂട്ടിട്ട് ചവിട്ടുന്നു. അയാൾ വളരെ താഴ്മയോടെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നു. എന്നാൽ അത് ആരാധനയല്ല. എന്തുകൊണ്ട്? ഫൈസി പറയുന്നു അത് സാധാരണ താഴ്മയാണ്. ഈ സാധാരണ താഴ്മ അസാധാരണ താഴ്മ വേർപെടുന്ന ഘടകണ്ട. ആ ഇസ്രായേലി ഭടനെപ്പറ്റി ഫലസ്തീനി യുവാവിന് മനസ്സിൽ യാതൊരു ഭക്ത്യാദരവുകളുമില്ല, അഭൗതിക വിശ്വാസമില്ല. ഇതാണ് എപ്പോഴാണ് ഒരു വിളി പ്രാർത്ഥനയാകുന്നതും ആകാതിരിക്കുന്നതും എന്ന് മുസ്ലിയാക്കന്മാർ ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് മടവൂർ വിഭാഗം പുറത്തു പോയപ്പോൾ അവരുണ്ടാക്കിയതാണ്. KNM-കാർക്ക് തൗഹീദിൽ പിഴച്ചിട്ടുണ്ട്, അവർ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് അവർ പറഞ്ഞതെന്താ? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന എന്നാണ് മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. ജിന്ന് പിശാച് വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോ മനുഷ്യ കഴിവിന് അതീതം എന്നത് മാറ്റി സൃഷ്ടികളുടെ കഴിവിന് അതീതം എന്നാക്കി മാറ്റി. കണ്ടോ, പുതിയത് കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ മറുപടി കൊടുത്തു, ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. 1944 ഇറക്കിയ കണ്ണൂർ അബ്ദുൽ ഖാദർ മോനോട് അത്തൗഹീദില് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി. 1950 പരപ്പരങ്ങാടിയിൽ വെച്ചൊരു വാദപ്രതിവാദത്തിൽ എഴുത്തൂത്തുകൾ നടന്നു. സമസ്ത കേരളയും ജമിയത്തുൽമയും കേരള ജമിയത്തുൽമയും തമ്മിൽ. അന്ന് MCC അബ്ദുറഹ്മാൻ വലി എഴുതി കൊടുത്തതിലും സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കൊട്ടപ്പുറം സംവാദത്തിൽ AP അബ്ദുൽ ഖാദർ മോദി അതുതന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ പുതിയത് കൊണ്ടുവന്നതല്ല എന്നും മുൻപേ ഉള്ളതാണെന്നും മടവൂരികൾ പറയുന്ന വിവരക്കേടുകൾ നിങ്ങൾ എടുത്തണിയരുതേ ഫൈസി എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി. മുജാഹിദുകളോട് ഉമ്മണി വലിയ 25 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമ്പലക്കട ഫൈസി ഇറങ്ങിയപ്പോ ഞങ്ങൾ അലിസ്ലാഹും ആസിയയിനോട് ഇതിന് വ്യക്തമായി മറുപടി കൊടുത്തു. പുറമെ 50 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. 25 ചോദ്യത്തിന് മറുപടിയും കൊടുത്തു, 50 ചോദ്യം പുതിയത് ചോദിക്കുകയും ചെയ്തു. ഇന്ന് വരെയും ഈ ഫൈസിയും കൂട്ടരും അതിന് മറുപടി എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദുകളുടെ തൗഹീദ് തകർന്നു എന്ന് ഇപ്പോൾ പറയുന്നതല്ല, 2002 മുതൽ പറയുന്നുണ്ട്. 2000 ഏപ്രിൽ
മാസത്തിൽ സെൻസിംഗിൽ കാണാം മൗലവി വിഭാഗം മുസ്ലിക്കുകൾ. സെൻസിംഗ് എന്നത് കാന്തപുരം സുന്നികളുടെ മാസികയാണ്. അതിന് അഭിമുഖം കൊടുത്ത അബ്ദുസലാം സുല്ലമിയാണ്. അദ്ദേഹമാണ് KNMകാർ മുസ്ലിക്കുകളാണെന്ന് പറയുന്നത്. എന്താ കാരണം? സിഹിർ ഫലിക്കാമെന്ന് മുജാഹിദ് KNMകാർ പറയുന്നുണ്ട്. ഒരു മുസ്ലിയാർ, ഒരു തങ്ങൾ, ഒരു തമ്പുരാൻ, ഒരു പണിക്കര് ഒരു കോഴിമുട്ടയിൽ എന്തെങ്കിലും എഴുതി, അല്ലെങ്കിൽ ഒത്തിരയിൽ എഴുതി, അല്ലെങ്കിൽ കടലാസിൽ എഴുതി, അത് കുഴിച്ചിട്ടു, ഹോമിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അവിടെ വെച്ച് ഇവിടെ വെച്ചു തകിടിലാക്കി. എന്നാൽ ദൂരെയുള്ള ഒരാൾക്ക് അത് ഫലിക്കുക. ഈ സിഹിറിന്റെ, ഈ മാരണത്തിന്റെ കർമ്മങ്ങൾ ഇവിടെ ചെയ്തിട്ട് ദൂരെയുള്ള ഒരാൾക്ക് അത് ഫലിക്കുന്നുണ്ടല്ലോ. അപ്പോ അത് കാര്യകാരണബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഉപദ്രവമാണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സുല്ലമി ഇത് കാര്യകാരണബന്ധത്തിന് അപ്പുറത്തല്ല. മാരണക്കാരൻ, മന്ത്രവാദി ഒരു ശൈത്താനെ സ്വാധീനിച്ചിട്ട് മറ്റൊരുത്തന്റെ നേരെ അയക്കുന്നു അയാളെ ഉപദ്രവിക്കാൻ. ശൈത്താൻ പറയുന്നതും ശൈത്താൻ ഇഷ്ടപ്പെടുന്നതും സാഹിർ ചെയ്യുന്നു. സാഹിറിന് അതിന് പ്രത്യുപകാരമായി സാഹിർ ഉപദ്രവിക്കാൻ പറയുന്നവരെ ശൈത്താൻ പോയി ഉപദ്രവിക്കുന്നു. അതിലെ മീഡിയത്തിൽ ശൈത്താനാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും അത് അള്ളാഹ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിനകത്തുള്ള ഉപദ്രവം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അത് ശിർക്കാവിശ്വാസം ശിർക്കായി മാറുന്നില്ല. അതുപോലെ ജ്യോത്സ്യന്മാർ പറയുന്നത് ചിലപ്പോഴൊക്കെ ഒത്തുവരുന്നുണ്ടല്ലോ. 1400 കൊല്ലം മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഖുർആനിനെ സംബന്ധിച്ച് ജ്യോത്സ്യന്മാരെ പറ്റി. അവരൊന്നുമല്ല എന്ന് പ്രവാചകൻ സാസം മറുപടി കൊടുത്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിക്കുന്നു, അവർ പറയുന്നത് ചിലർക്ക് ഒത്തുവരുന്നുണ്ടല്ലോ നബിയെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹു ഈ ഭൂമിയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്റെ മലക്കുകൾ അറിയിക്കും. മലക്കുകൾ അത് പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ആകാശത്തിന് കീഴെ പറന്നു നടക്കുന്ന ജിന്നുകൾ അതിൽ നിന്ന് വല്ലതും കത്തുകേൾക്കും. അത് അവരുടെ മിത്രങ്ങളായ ജ്യോത്സ്യന്മാർക്ക് അല്ലെങ്കിൽ മന്ത്രവാദികൾക്ക് എത്തിച്ചു കൊടുക്കും, കറകറ എന്ന് കുറുകിക്കൊടുക്കും ചെവിയിൽ. അങ്ങനെയാണ് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നത്. അവർക്ക് ഒന്ന് കിട്ടിയാൽ അതിൽ 100 കളവുകൾ അവർ ചേർത്തും. ഇത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലത്ത് വ്യാപകമായിരുന്നുവെന്നും പിന്നീട് അത് കുറഞ്ഞുപോയി, കാരണം കൊള്ളിമീനുകൾ ഏർപ്പെടുത്തപ്പെട്ടു. എന്നാലും അത് മുഴുവനായും നിലച്ചിട്ടില്ല. ഇല്ലാമൻ തട്ടിയെടുക്കുന്നവൻ തട്ടിയെടുക്കുന്ന ചില വാർത്തകൾ അതിപ്പോഴുമുണ്ട്. ഫാത്തിമാവും ഷിഹാബും ഫാത്തിമ തുളച്ചു കയറുന്ന തീജ്വാല, തുളച്ചു കയറുന്ന കൊള്ളിമീൻ അവരെ പിന്തുടരും. പക്ഷെ കൊള്ളിമീൻ കൊണ്ട് അടി കിട്ടുന്നതിന് മുമ്പ് വല്ലതും കെട്ടുകേട്ടാൽ അത് താഴേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ബുഖാരിയിലെ ഹദീസിൽ കാണാം, സൂറത്തുൽ ഹിജ്റിൽ അമാനി മൊഴിയുടെ വിട്ടുദ്ധരിച്ചിട്ടുണ്ട്. ഒരു ചിഹ്ന മറ്റൊരു ചിഹ്ന മീതിയായി അത്തിയായി നിന്ന് മേലെ നിന്ന് കെട്ടുവെക്കും. മേലെ നിന്ന് കൊള്ളിമീൻ കൊണ്ട് അടി കിട്ടുന്നതിന് മുമ്പ് വല്ലതും കിട്ടി താഴേക്ക് പാസ് ചെയ്താൽ അത് ഭൂമിയിലെത്തും. അപ്പൊ ഇന്നും ജ്യോത്സ്യന്മാർ പറയുന്നത് ചിലപ്പോഴൊക്കെ ഒത്തുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പിശാചിന്റെ ഇടപെടലുകളാണ് നടക്കുന്നത്. അവിടെ കാര്യകാരണബന്ധത്തിനുപരിയായി പ്രാപഞ്ചിക നിയമങ്ങൾക്കുപരിയായി ഒന്നും നടക്കുന്നില്ല. മനുഷ്യൻ ചിത്രം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്, ചില കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ നിയമങ്ങൾ പോലും ജിന്നുകൾക്കും മലക്കൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. എല്ലാം അല്ലാഹു വെച്ച വ്യവസ്ഥ തന്നെയാണ്. അതൊരിക്കലും അഭൗതികമായ മാർഗത്തിലുള്ള ഉപദ്രവമോ അഭൗതികമായ മാർഗത്തിലുള്ള ദ്രോഹമോ അല്ല. ഇതൊക്കെ ഞങ്ങൾ സുല്ലമിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അന്ന് മുതൽ നമ്മൾ ഒന്നിച്ചു പറഞ്ഞത് 2007 ഏപ്രിൽ മാസത്തിൽ അതേ മാസം തന്നെയാണ് ജബ്ബാർ മൗലവിയുടെ ലേഖനവും വന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ഒരു ജിന്നായിരിക്കാമെന്ന് വിചാരിച്ച് ഒരു വെളിച്ചം തരാമോ, ഒന്ന് വഴി കാണിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൽ പ്രാർത്ഥനയില്ല, കാര്യകാരണ ബന്ധങ്ങൾക്കുപരിയായ ഒരു സഹായതേട്ടം അതിലില്ല എന്നെഴുതി. അതുപോലെ പകൽ വെളിച്ചത്തിൽ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന, മരുഭൂമിയോട് നടന്നു നീങ്ങുന്ന ഒരാൾ, അദ്ദേഹം പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്ത് ശബ്ദം കേൾക്കുന്ന വല്ലവരും മനുഷ്യൻ മലക്ക് ജിന്ന് ഉണ്ടെങ്കിൽ അവരെന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു വെളിച്ചം തരാമോ, ഒന്ന് വഴി കാണിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൽ എന്തില്ല, ഒരിക്കലും തന്നെ അഭൗതികമായ തേട്ടമില്ല എന്നെഴുതി. ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പുതിയ രഹസ്യം സ്ഥാപിക്കാൻ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതല്ല. അമ്പലക്കടൽ വൈശിക്ക് മറുപടി കൊടുത്തതാണ്. ജിന്നുകളും മലക്കളും അഭൗതിക ശക്തികളാണ്. ആ അഭൗതിക ശക്തികളുടെ സ്വാധീനം ഈ ദുനിയാവിലുണ്ട്.
അപ്പൊ അത് അംഗീകരിച്ചാൽ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? അബൗദിക മാർഗത്തിലൂടെ ഉപദ്രവിക്കാനും അബൗദിക മാർഗത്തിലൂടെ സഹായിക്കാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്? മഹാന്മാർ അബൗദികമായ മാർഗത്തിൽ സഹായിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ? അബൗദികമായ മാർഗത്തിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിയൂ. എന്നാൽ ഇപ്പൊ ജിന്നിനും മലക്കിനും അബൗദിക സഹായം ഉണ്ടെന്നല്ലേ ഇപ്പോ വന്നത്? അപ്പൊ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? അതിന് അബ്ദുൽ ജബ്ബാർ വലി കൊടുത്ത മറുപടിയാണ്, ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതികമല്ല, അഭൗതിക കഴിവെന്ന് പറയുന്ന അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതുകൊണ്ട് ഈ വക തേട്ടങ്ങളിലൊന്നും അഭൗതികത വരുന്നില്ല. അത് മടവൂരികൾ ശിർക്കാരോപണത്തിന് ഏറ്റുപിടിച്ചു. പക്ഷേ എന്ത് ചെയ്തു? വ്യക്തമായി നമ്മളതിന് മറുപടി കൊടുത്തു. ഞാൻ ഇതൊക്കെ പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ, മുജാഹിദ പ്രസ്ഥാനത്തിന്റെ തൗഹീദിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല, അത് യാതൊരു ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. ഉണ്ടെന്ന് വരുത്താൻ ചില ആളുകൾ ശ്രമിക്കുകയല്ലാതെ അതൊരിക്കലും മാറുകയില്ല. അന്ന് ഞങ്ങൾ ശിർക്കല്ല എന്ന് കെ എം മൗലവിയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും അത് ശിർക്ക എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ശിർക്കാണെന്ന് ഞങ്ങൾ ആദ്യത്തെ കെ എം എമ്മിന്റെ ആദ്യകാലത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ജമിയത്തുൽ ആദ്യ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? അത് തന്നെയാണ് ഞങ്ങൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും തൗഹീദിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് സുഹൃത്തുക്കളെ ഞാനിത് പറഞ്ഞത്. ഏതായിരുന്നാലും ശരി, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ കേരള മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നതിന് മുസ്ലിയാക്കന്മാർ തന്നെ സാക്ഷിയാണ്. മാലയും മൗലിദും റാത്തീബും ഒന്നും ഇല്ലാത്ത ഒരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യ കാലത്തൊക്കെ എന്താ അവസ്ഥ? എല്ലാ വീട്ടിലും മൗലിദാണ്. റബീഉൽ അവ്വൽ വന്നാല് മൗലിദ് ഓതാത്ത വീടുകളില്ല. ഇന്നിപ്പോൾ പള്ളിയിലും മദ്രസയിലും മാത്രമായി ചുരുങ്ങി. ഇപ്പൊ മുസ്ലിയാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടത്രേ പൈസ തരാതെ തന്നെ സൗജന്യ മൗലിദ് നടത്തിത്തരും വീടുകളിൽ വന്നിട്ട്. എന്താ? ഞങ്ങൾ ആരോപണത്തെ എതിർക്കാനാ? സൗജന്യ മൗലിദ്. അപ്പോ കൃത്യ റേറ്റില്ല, എത്രയെ തന്നാ വാങ്ങാം, കൈമടക്ക് തന്നാ വാങ്ങാം എന്ന നിലയ്ക്ക് സൗജന്യ മൗലിദ് നടത്തി കൊടുക്കാനാണ്. ഇപ്പൊ സബീല കിതാബ് ഏതാണ്ട് പോലും തിരിയാതായി എന്ന് ഈ സലാഹുദ്ദീൻ ഫൈസിയെപ്പോലുള്ള EK ഗ്രൂപ്പിലെ നേതാക്കന്മാര് പറഞ്ഞത് ഞങ്ങൾ പലയിടത്തും കേൾപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതിന് മറുപടി നമുക്ക് സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് കേട്ടല്ലേ ഫൈസി പറയുന്നത്? ആചേര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? ദിക്റുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാവും അല്ലേ? അതേ പ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീലുണ്ടാവും. ഇതൊക്കെ പാടിയിരുന്നൊരു കാലഘട്ടം. മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തന്റെ ഉണ്ടായിരുന്നു. ആരെ ഉമ്മമാർ ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ടു ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീൽ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്കം ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൗലവിമാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞേച്ചു. ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞേച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിന്റെ ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടാ പിന്നെന്തിനു പറഞ്ഞേച്ചതാ? സെബീൻ ഉണ്ടാകാൻ. എന്നിട്ട് എവിടെ അതിരിക്കണ്? അവ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടിയോടെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്ത് ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. വലിയ അപകടം തന്നെയാണ്. സബീല കിതാബും സബീല പൊടി തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടായത് വലിയ അപകടമാണ്. ആർക്ക്? മുസ്ലിയാക്കന്മാർക്ക്. അവരെ വയറ്റപ്പഴപ്പിന്റെ മാർഗമായിരുന്നു മാലയും മൗലൂദും റാത്തീബും കുത്തുബിയത്തൊക്കെ. അത് ചൊല്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടതടവില്ലാത്ത പ്രബോധനം കാരണം മുസാഹിബ് തിരിയാത്തൊരു കുട്ടിയോടല്ല, മുസാഹിബ് തിരിയാത്തൊരു കുട്ടിന്ന് മുസ്ലിം സമുദായത്തിലില്ല. അതേസമയം സബീല തിരിയാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടായി. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവരെ പറ്റിയല്ല പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം പരോക്ഷമായി ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ കുബൂരികൾ എന്ന് പറയുന്ന, സുന്നികൾ എന്ന് പറയുന്ന, സമസ്തക്കാരെന്ന് പറയുന്ന വിഭാഗത്തിൽ സ്വാധീനം ചെലുത്തി എന്നതിന്റെ തെളിവാണത്. അത് വെറുതെ ഉണ്ടായതല്ല. ഉമ്മയും ബാപ്പയും ഒക്കെ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് മക്കളെ കാണണ്ടേ? ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ മണ്ടിയിൽ പോയത് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടാ. ഖുർആനോടാത്ത വീടുണ്ടോ? ശരിയാണ്, ചില വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല, അവിടെ ചിലപ്പോൾ മൗലൂദ് ഉണ്ടാവില്ല. അത് ഞങ്ങൾ എതിർക്കുന്ന കാര്യമാണ്. ഖുർആൻ ഓതണം. മൗലിദും മാലയും റാത്തീബും ഒഴിവാക്കിയപ്പോ
ഞങ്ങൾ ആളുകളോട് പറഞ്ഞു ഇതൊന്നുമല്ല ഓതേണ്ടത്, നമ്മൾ ഓതേണ്ടത് വിശുദ്ധ ഖുർആനാണ്, അതാണ് കൂലിയുള്ളത് അല്ലേ. അതിന്റെ ഖൈറുൽ ഹദീസ് കിതാബുള്ള വാർത്തകളിൽ ഏറ്റവും ഉത്തമമായ അള്ളാന്റെ കിതാബാണ്. ഒരു ഹർഫ് ഓതിയാൽ അതിലെന്തുണ്ട്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന, അതിനൊരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ 10 ഇരട്ടിയായിട്ട് കൂലി കിട്ടും. അപ്പൊ ഒരു അക്ഷരത്തിന് 10 കൂലി കിട്ടുന്നത് വേറെ ഏത് കിതാബുള്ളത്? അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഓരോ ട്രേഡ് ഉണ്ടാക്കി ഓരോ കിതാബും ചൊല്ലി നടക്കണോ? അത് നോക്കി എന്താ മൊയ്യദ്ദിമാലിന്റെ ഒക്കെ പോരിശ. മൊഴിയൊന്നും കളയാതെ പിണയാതെ സ്വന്നോക്കി മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഒരു വലിയും ഒരു അക്ഷരവും വിടാതെ മൊയ്യദ്ദിമാല അല്ലാഹ് തൂതി പേരും മുതൽ അവസാനം വരെ ചൊല്ലിയാൽ സ്വർഗം കിട്ടുന്നതാണ്. സ്വർഗത്തിൽ മണിമാടം നല്ല പാലസ് കിട്ടും. കണ്ടോ? എന്ന് മാത്രല്ല മൊയ്യദ്ദിമാല തെറ്റാണെന്ന് പറഞ്ഞാലോ എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോഴേ കൊല്ലുന്ന നന്ദി ഞാനെന്നോവറേ. മൊയ്യദ്ദിമാല തെറ്റാണെന്ന് പറഞ്ഞ സഡൻ ആക്ഷൻ, അപ്പൊ തന്നെ കൊല്ലുന്ന വിഷമാണ്. ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ മൊയ്യദ്ദിമാല ചെല്ലാനുള്ള ഒരുപാട് ആദാബുകൾ പറയുന്നുണ്ട്. മുസല്ല വിരിക്കണം, ഊതുപത്തി കത്തിച്ചു വെക്കണം, ഒന്നുണ്ടാക്കണം, തമിഴിടണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു കാര്യം ചെയ്യുന്ന പോലെ ആരുണ്ടാക്കിയതാ ഇത്? 400 കൊല്ലം മുമ്പ് ജീവിച്ച ഖാലി മുഹമ്മദ് എന്ന് പേരുള്ള ജീലാനി തരീഖത്ത് ഒരുക്കാക്ക കോഴിക്കോട്ടേരം ഓർമ്മയിതൊക്കെയും നോക്കിയതോവറെ അവർ സ്വന്ന ബൈത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങനെ തെക്കുമീല തന്നിന്നും കണ്ടോവറേ. ഇപ്പൊ 400-ാം വാർഷികമാണ് കൊണ്ടാടിയത്. പണ്ടത്തെ ആരെയൊക്കെ വിചാരിച്ചൊന്ന് മാലിക് ദീനാറും കൂട്ടരും കൊണ്ടുവന്ന സാധനാതീന കണ്ടോ? അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലില്ലാത്ത പ്രബോധനം കാരണം ഈ കൂറ കിതാബുകൾ വലിച്ചെറിഞ്ഞ് ആളുകൾക്ക് ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ ഖുർആൻ ക്ലാസുകളാ. ഈക്കക്കാർക്ക് എത്ര സ്ഥലത്താ ഖുർആൻ ക്ലാസ്? പണ്ട് ഞങ്ങൾ ഖുർആൻ ക്ലാസ് ഇപ്പൊ ഖുർആൻ ക്ലാസ്സിലാക്കുക, ഇനിയിപ്പോ കുടുക്കയിലും പാത്രത്തിലും ചോടത്തിലൊക്കെ ആക്കും എന്ന് പറഞ്ഞ് പരിഹസിച്ചവരിതാ ഖുർആൻ ക്ലാസ് എടുക്കുന്നു. ബാഖവിമാരുടെ ഫോട്ടോ, കാസിമിമാരുടെ ഫോട്ടോ, ഖുർആൻ സ്റ്റഡി സെന്റർ, ഖുർആന്റെ അർത്ഥം പഠിക്കൽ, നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ പോലും സുന്നത്തില്ലെന്ന് പറഞ്ഞ ആളുകള്. ഞങ്ങളൊക്കെ ദർസിലോതുന്ന കാലത്ത് ഉദാഹരണത്തിന് ഖുർആന്റെ ആയത്ത് വന്ന അതിന് നെഹ്വെന്താണെന്ന് പറയുകയല്ലാതെ അർത്ഥം പറയാറില്ല. അർത്ഥം പറഞ്ഞാൽ പിഴച്ചു പോകുന്നതാണ് അസംസിയാർ എഴുതി വെച്ചിട്ടുള്ളത്. തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആൻ തർജമ ചെയ്യുന്നതിന് മുസ്ലിം സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പുസ്തകം. സമസ്തക്കാരൻ മ്യൂസിയത്തിൽ കൂടി ഇപ്പൊ ബുക്ക് കിട്ടൂല. ഞങ്ങളെയൊക്കെ കുറെ കോപ്പിയുണ്ട്. മനസ്സിലായില്ലേ? കാരണം പരിഭാഷ പ്രളയമാണ്. 7 or 8 പരിഭാഷകളൊന്നും മുജാഹിദികളുടേതല്ലാത്തത് ഭൂമി മലയാളത്തിലുണ്ട്. ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന ഫത്വയോ അത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നോക്കണം നിങ്ങൾ വൈരുദ്ധ്യം. ഇങ്ങനെ സുഹൃത്തുക്കളെ ഈ മൗലൂദ് കൊണ്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തി നമ്മളെ പേരോട് മുസ്ലിയാറിനെ പറയുന്നുണ്ട്. ഇത് മൗലൂദ് ഇല്ലാതായത് ഇനിയും ബാപ്പി ചെല്ലാത്തതുകൊണ്ട് മാത്രമല്ല, സലാഹുദ്ദീൻ വൈസിയപ്പെട്ട മുസ്ലിയാക്കന്മാർ ചെല്ലാത്തതുകൊണ്ടാണെന്നാ പറയുന്നത്. പേരോട് പറഞ്ഞിട്ടാണ് ഞാനോട് നിങ്ങളെന്താണ് മൗലൂദ് കഴിക്കാത്തത്? മുസ്ലിയാന്മാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കും, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് ഒരാമാർ മൗലൂദ് ഒത്തിരി കഴിക്കൂല. അവനെങ്ങനെ ഒരാൻ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? പണ്ട് പഠിക്കേണ്ടത് ഒരാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആരെങ്കിലും ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്ന ബെല്ല് വെക്കണം വീട്ടിൽ എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ വെക്കുള്ളൂ. പിന്നെ എന്നോട് ഞങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? ഒരാമാർക്ക് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരായിട്ട് എന്നൊക്കെ എനിക്ക് എല്ലാവരും ബെല്ല് കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ. അപ്പൊ നമ്മളെന്ത് വേണോ മൗലൂദ് നമ്മൾ ഇങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈകനുസരിച്ച് മതി. നമ്മളെ വിൽക്കുന്ന റസൂലുള്ളാഹിന്റെ മകന് നമ്മൾ റബിയുള്ളവരായാലൊന്ന് വരണം. ഒരാളെങ്കിലും വെച്ച് ഭക്ഷണം കൊടുത്തില്ല, ഒരാളായാലും വെക്കില്ല. അയാൾ വെച്ച് ഭക്ഷണം സന്തോഷത്തിൽ ഭക്ഷണം. അപ്പൊ അതാണ് കാരണം. മൗലവിമാരെ കണ്ടത് ആളുകൾ പഠിക്കുക, മൗലിദ് കഴിക്കലാണ്. കഴിക്കുന്നതിൽ ആരാണ് ഉണ്ടാക്കിയത് അല്ലേ? ഫാത്തിഹാനൊക്കെ പറഞ്ഞല്ലോ, അക്കാലൂനൽ ബക്കാലൂന, തീറ്റിക്കൊടിയന്മാരും നെയ്യടകായ ജീവിക്കാൻ
കഴിക്കാൻ ശീലിച്ച ആളുകളുമാണ് ഈ സാധനം, ഈ മൗലിദാഘോഷം കൊണ്ടുവന്നത്. അതിൽ മുമ്പന്മാരാരാ? അവരല്ലേ ഇത് ആഘോഷിക്കുക. അപ്പൊ മുസ്ലിയാക്കന്മാര് നാട്ടുകാരുടെ അടുത്ത് പോയി മൗലിദ് ഓതി കൈമടക്കും ഭക്ഷണവും കഴിച്ച് പോരല്ലാതെ ഒരിക്കലും തന്നെ അവർ മൗലിദ് കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഉമ്മത്തിൽ നിന്ന് നീങ്ങിപ്പോയതെന്ന് ആര് പറയുന്നു? പേരോട് പറയുന്നു. സലാഹുദ്ദീൻ ഫൈസി പറഞ്ഞെന്താണ്? നമ്മൾ ആളുകൾ ഉമ്മയും ബാപ്പി ഇത് ചെയ്യുന്നത് കാണുന്നില്ല. ഉമ്മയും ബാപ്പി ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണേ, നിങ്ങൾ ഇങ്ങോട്ട് വാരിയാന്നല്ലാതെ ഒരിക്കലും നിങ്ങൾ മൗലൂദ് കഴിച്ചത് നാട്ടുകാരെ വിളിച്ചത് മൗലൂദ് കഴിച്ച് അങ്ങോട്ട് കൊടുത്ത് ശീലാക്കണ്ടേ? അത് ശീലാക്കാത്തതുകൊണ്ടാണെന്നാണ് പേരോട് മുസ്ലിയാർ പറയുന്നത്. എന്ന് മാത്രമല്ല, കല്ലൂര് മുസ്ലിയാർ മരിച്ചുപോയി. അയാൾ നല്ല രസികനായ ഒരു പ്രാസംഗികൻ, ഒരുപാട് ക്ലിപ്പുകൾ കണ്ടുണ്ടാവും. മൂപ്പര് പറയാണ്, മൗലൂദ് കഴിഞ്ഞാലും ടോർച്ചും മുറുക്കിങ്ങനെ നിൽക്കും, അതിന്റെ പുണ്യം എങ്ങനെ ശരിയായി കിട്ടൂല, കൈമടക്ക് കിട്ടോളം. നമ്മളെ കുറ്റം പറയാനാ പറയണത്. എന്നാലും കേട്ടോ, നിങ്ങൾ മൗലിദ് കഴിക്കാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുക, എന്നിട്ടോ കുറച്ച് ഇതിന്റെ പ്രസവാവസരത്തിലുണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ വിശദീകരിക്കുക, ഖുർആനായത്തും കുറിച്ച് ഓതുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാത്താവുണ്ടായി കഴിക്കുക. ഇതിനൊന്ന് ശുരുക്കാന്ന് പറയുന്ന നല്ലൊരു വട്ടം ആളുകളുണ്ട്. അവരെന്താ ചെയ്തു? ഈ മൗലിദിനൊക്കെ ശരിക്കും സംബന്ധിച്ച ആൾക്കാരാണ്. എന്നിട്ട് മൗലിദ് ഓതി ഈ ചാപ്പാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പുറത്ത് കസാലെ കുത്തിക്കുക, പോയില്ല. അവിടെ കുത്തിനിട്ട് ടോർച്ച് തിരിച്ചലും മുറുക്കലും അയക്കലും ഏറ്റിരിക്കുക. എന്താ പോകാത്ത? പോകാനായില്ല. അവസാനം എന്തെങ്കിലും കൊണ്ടെങ്കിൽ കീശയിലിടണം. കീശയിലിട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പുള്ളിയായി, ടോർച്ച് ക്ലിയറായി, വ്യത്യസ്തലാവ് മേടിക്കുന്നായി. അത് പോകുന്ന ഇറങ്ങിയിട്ട് നോക്കുക. ഇങ്ങനെ വാങ്ങി തിന്ന ആൾക്കാർ അത് ചെറുക്കാറിനാണ് കേട്ടോ. അപ്പൊ മുസ്ലിയാക്കന്മാര് പലരും മുജാഹിദായ മൂപ്പർക്കുള്ള ദേഷ്യാണ്. എന്താണ്? ടോർച്ച് മുറിച്ചിട്ടുന്ന ബെറ്റ് ആൾ പോയി കിട്ടൂല, പുള്ളി ശരിയാവൂല. കമ്മീഷൻ എന്തെങ്കിലും ഇട്ട് കൊടുത്താല്, കാരണം എന്താ, ഇത് വീട്ടുകാർക്ക് പുണ്യം കിട്ടാൻ ഓലം ചെയ്താൽ പോലെ ഉസ്താദിനെ വിളിച്ചാൽ ഉസ്താദിനെ കൂലി കൊടുക്കണ്ടേ? ആ നിലക്ക് അങ്ങനെ തിന്ന ആളുകളാണ് ഇപ്പോൾ ഇത് ശിർക്കാന്ന് നടക്കുന്നത്. ഞങ്ങൾ മൗലിദ് കൊണ്ടാടൽ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല, മൗലിദിന്റെ കിതാബിൽ ശിർക്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. മൗലിദ് കൊണ്ടാടൽ ബിദ്അത്താണ്, ഹറാമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്തതാണ്. എന്നാ മൗലിദിന് ശിർക്കില്ല, ഉണ്ട്. ശിർക്കിന്റെ വരികളുണ്ട്. മുസല്ല വിരിച്ച് ചന്ദനത്തിന് കത്തിച്ചു വെച്ച് മൗലിദയിൽ ഓതുന്ന ഈ കിതാബ് അറബിയിലായതുകൊണ്ട് ആളുകൾക്ക് പലർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ ശറഫൽ അനാമിൽ എന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു മന്നി യാ ബശീറു യാ നദീർ. ബശീറും നദീറും റസൂലുള്ളാഹിന്റെ പേരാ. റസൂലിനെ വിളിച്ചിട്ട് പറയാൻ അബ്ദുക്കൽ മിസ്കീനു യർജു, അങ്ങയുടെ ഈ പാവപ്പെട്ട അടിമ ആഗ്രഹിക്കുന്നു. ആരുടെ അടിമ? റസൂൽ അടിമേ. അപ്പൊ റസൂല് റബ്ബായി. ഇവിടെ കണ്ടകള് റബ്ബാക്കിയിട്ടാണ് റസൂലിന് അബിദുണ്ടായിരുന്നത്. നിങ്ങളുടെ അങ്ങേറ്റത്തെ കനിവും കൃപയും ആഗ്രഹിക്കുന്ന നബിയെ, നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ബഷീറും നദീറുമായവരെ, റസൂലിനെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? നബിയെ, നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ എന്നെ രക്ഷിക്കണം, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ. യാ ഗിയാഥി, എന്റെ സഹായമേ. യാ മലാദി ഫീ മുഹിമ്മാത്തിൽ ഉമൂർ, പ്രയാസകരങ്ങളായ വിഷയങ്ങളിൽ എന്റെ അഭയകേന്ദ്രമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. ഇതാ ശിർക്കെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇത് സാധാരണക്കാർക്ക് അറിഞ്ഞൂടാ. ശറഫുൽ അനാം ഓടുന്ന ആൾക്ക് അറിഞ്ഞൂടെ, ചിലപ്പോഴൊക്കെ ഓദിക്കുന്ന ആൾക്ക് അറിഞ്ഞൂടാ. പാമരന്മാരായ ആളുകളെ പുണ്യം കിട്ടാനുള്ള വിചാരത്തിൽ ഉസ്താദുമാരെ വിളിച്ച് ചൊല്ലിക്കുന്ന സാധനമാണ് ഇത്. അതുപോലെ മങ്കൂസിലിന്റെ എത്രയോ കാലമായി ഞങ്ങൾ പറഞ്ഞതാ, ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദു ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിമാരിൽ ഉത്തമരായവരെ, സയ്യിദായവരെ എന്ന് റസൂലിനെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദു, കയ്യും കണക്കില്ലാത്ത തെറ്റുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ലക അശ്കു, അതുകൊണ്ട് നബിയെ നിങ്ങളോട് മാത്രമാണ് എനിക്ക് ആവലാതി പറയാനുള്ളത്. തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാൽ അതിൽ ആവലാതി പറയേണ്ടത് ആരോടാ? അള്ളാനോട് ആവലാതി പറയേണ്ടത്. കാരണം തെറ്റ് മാപ്പാക്കാനും അതിന് ശിക്ഷിക്കാനും അധികാരമുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. അതാണ് അള്ളാഹിനെ പറ്റി ഗഫൂർ, പാപങ്ങൾ അതിയായി പൊറുക്കുന്നവൻ, ഗഫാർ ധാരാളമായി പൊറുക്കുന്നവൻ.
ഖാബിലത്തോട് തൗബ സ്വീകരിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാനുള്ള കാരണം ആ അവകാശം റസൂലുള്ളാഹിക്ക് വകവെച്ചു കൊടുക്കുകയാണ് ഈ സാധുക്കൾ. സാധാരണക്കാരായ ആളുകളെ കുറ്റം പറയില്ല, അവർക്ക് അറിഞ്ഞൂടാ. ഉസ്താദ് പുണ്യെന്ന് പറയുമ്പോൾ എന്നാ വീണ്ടും പരലോകത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉസ്താദ് നമുക്ക് ചൊല്ലാണ്. ഇത് ശറഫുലനാമിലുണ്ട്, സുബ്ഹാന മൗലിദിലുണ്ട്, പല കിതാബുകളിലും പല മൗലിദ് കിതാബുകളിലും നമുക്കിത് കാണാൻ സാധിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് തെറ്റാണെന്ന് പലപ്പോഴും അറിയാതിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോ 18 സലാം കൊണ്ട് ആ സുബ്ഹാന മൗലിദ് തുടങ്ങിയ എണീറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിക്ക് 18 സലാം. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖല്ലത്ഖിയാഇ. അംബിയാക്കൾക്ക് അലങ്കാരമായ നബിയെ, തഖ്വയുള്ളവരിൽ ഏറ്റവും തഖ്വയുള്ളവരായ നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. പിന്നെ കണ്ടോ, അസ്സലാമു അലൈക യാ മാഹിൽ ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. മാഹിൽ ദുനൂബും ജാലിൽ ഖുറൂബൊക്കെ റസൂലാ. പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ, പ്രയാസങ്ങളെ നീക്കിത്തരുന്ന നബിയെ. റസൂലുള്ളാഹിന് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും. റസൂൽ തന്നെ പറഞ്ഞു എനിക്ക് പാപം പൊറുക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു. മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവീൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവീൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100ഓളം തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടും നമ്മൾ ആളുകൾ എന്താ റസൂലിനെ വിളിച്ചിട്ട് ചോദിക്കാണ്, റസൂലേ എന്റെ പാപം പൊറുക്കണേ. കണ്ടോ, അറിഞ്ഞുകൂടാ, സ്റ്റൈലിങ്ങനെ പാടും. ഇപ്പൊ കുറച്ച് താളമേളങ്ങളോട് കൂടിയൊക്കെ ഇറക്കിയിട്ടുള്ളത് മാർക്കോസും കൂട്ടരും ഒക്കെ, നല്ല ആധുനിക സംഗീതോപകരണങ്ങൾ അകമ്പടിയോടെ, അല്ലേ? യാമൻ തമാദാവജ്തറം തുബുവകരിഫ് വർജുൽ കറം വലുദ് ബിമൻ ഹലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്. യാമൻ തമാദാവജ്തറം, തെറ്റുകളിൽ മുന്നോട്ട് പോയവനെ, തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനെ, നീ തൗബ ചെയ്തോ, നീ കുറ്റം സംബന്ധം ഹറമിലിറങ്ങിയ റസൂലുള്ളാഹിയോട് അഭയം തേടിക്കോ. കണ്ടോ, ആരിലേക്കാ തൗബ ചെയ്ത് മടങ്ങേണ്ടത്? അല്ലാഹുവിലേക്കല്ല. ആരോട് അഭയം തേടുന്നത്? ആരിലേക്ക് അഭയം തേടി ചെല്ലുന്നത്? റസൂലുള്ളാഹിയിലേക്കാണ്. യാ മുസ്തഫ യാ മുർത്തള യാ സനബി യാ സയ്യിദി യാ ശഫീഇ ഖുദ് ബിയദി. മുസ്തഫയായ നബിയെ, മുർത്തളായവരെ, അവലംബമേ, നേതാവായവരെ, ശഫീആയവരെ, എന്റെ കൈ പിടിക്കൂ. ബസത്തു കഫഫാഖതി വന്നദമി അർജു ജസീല ഫളികും വൽ കറമി. കേൾക്കാൻ നല്ല രസ. ആളുകൾ ഇങ്ങനെ പാടുന്നു, ഒപ്പം പാടുന്നു. എന്താ ശിർക്കിന്റെ വരികളാ ഇത്. ആസ്വദിക്കാൻ ആളുകൾ പോയിരിക്കുക. ബസത്തു കഫഫാഖതി വന്നദമി, ദാരിദ്ര്യത്തിന്റെ ഖേദത്തിന്റെ കൈകളിതാ ഞാനിതാ നബിയെ നിങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അർജു ജസീല ഫളികും വൽ കറമി, നിങ്ങളുടെ ധാരാളമായ കനിവും കൃപയും ഈ അടിമ തേടുകയാണ്. കണ്ടോ, ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇസ്ലാം വ്യക്തിയാണ്, ശക്തിയാണ്, മുക്തിയാണ്, യുക്തിയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ, സമഗ്രമാണ്, സമ്പൂർണ്ണമാണെന്ന ആളുകൾ അവർക്ക് പറഞ്ഞോ? അവർക്ക് ആവശ്യം എന്താ? നിങ്ങൾ മുന്നിൽ കഴിക്കട്ടെ കഴിക്കാതിരിക്കട്ടെ, രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞത് മാറി, വോട്ട് ഞങ്ങൾ പറഞ്ഞവർക്ക് ചെയ്യുക, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ പറഞ്ഞു അതല്ല, വോട്ടാർക്ക് ചെയ്യണമെന്നതല്ല, ദീൻ എന്താണെന്നുള്ള പ്രധാനം. അതുകൊണ്ട് മൗലിദ് റസൂലുള്ളാഹി കഴിച്ചിട്ടില്ല. ഈ അർത്ഥമറിയാത്ത ആരൊക്കെ എഴുതിക്കൂട്ടിയ ഈ സാധനങ്ങൾ ശിർക്കും കുഫറും കോർത്തിറക്കിയതാ. പകണ്ടകൾ, ബുർദ മജ്ലിസുകള്, ബുർദ ആസ്വാദന സദസ്സുകള്. എന്താ ബുർദയിലുള്ളത്? ബുർദയിൽ ഇത്തരത്തിലുള്ള ശിർക്കിന്റെ വരികൾ പലതുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ദൈവപുത്രൻ എന്ന് പറയേണ്ട, അതല്ലാത്തതൊക്കെ നീ പറഞ്ഞു എന്നാണ് ബൂസീരി ഫത്വ കൊടുത്തിട്ടുള്ളത്. അല്ലേ? നബിയെക്കുറിച്ച്, പ്രവാചകരെ ഈസാ നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞ ദൈവപുത്രൻ എന്ന് പറയരുത്, ബാക്കിയൊക്കെ പറഞ്ഞു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ പലതരത്തിലും ഉയർത്തി. ഞാനത് വിശദീകരിക്കാൻ നിൽക്കല്ല. ഈ അടുത്ത കാലത്ത് സുഹൃത്തുക്കളെ, ഞാൻ വല്ലപ്പുഴയിൽ പോയി പ്രസംഗിച്ചു. ഏതാണ്ട് 2 വർഷം മുമ്പ് അവിടെ പോയിട്ട് ഇങ്ങനെ മൗലിദിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു. റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അലവി സഖാഫി മറുപടിക്ക് വന്നു. അപ്പൊ അവിടെ ഈ അങ്ങാടി കൂടുന്ന കുറെ സാധാരണക്കാര്, അവരൊക്കെ സുന്നികൾ തന്നെയാണ്, ഓട്ടോറിക്ഷക്കാര്, യൂണിയൻകാര്, ഇവരൊക്കെ ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങാടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സെറ്റ്. ഓരോ 2 ഓട്ടോയും കൂടി ഒന്ന് ഇരുത്തിയിട്ട് ഇതൊന്ന് തീർപ്പാക്കിയിട്ടേ പറ്റുള്ളൂ. കാരണം മൗലൂദ് ഓതിയ സ്വർഗത്ത് പോകില്ല എന്ന് നമ്മള്, മൗലൂദ് ഓതാതെ സ്വർഗത്ത് പോകില്ല എന്ന് അലവിയിൽ.
കുടുങ്ങിയല്ലോ. അങ്ങനെ അവിടുത്തെ ആളുകളൊക്കെ പാടെ കൂട്ടിയിട്ട് അവിടെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ തീരുമാനിച്ചു. മുസ്ലിം ഐക്യവേദിയിലാണ് അവർ പേരിൽ. ഐക്യവേദിക്കാരൊക്കെ അവിടുത്തെ സാധാരണക്കാരായ അവിടുത്തെ സുന്നി പ്രവർത്തക സമസ്തക്കാരാണ്. അവർ രണ്ടു കൂട്ടരും കൂടി എത്തിയിട്ട് അവിടെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്തു. ആ വ്യവസ്ഥ സമയത്ത് തർക്കമുണ്ടായി. പല ക്ലിപ്പുകളും ഞങ്ങൾ മുമ്പൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ മറന്നുപോയിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അവിടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഇതാ നിങ്ങളിപ്പോൾ പല തരത്തിലുള്ള കിതാബുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. 33 വക, 66 വക, 333 വക. ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കൊരു ചർച്ച നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. പക്ഷേ അവർ തയ്യാറായില്ല എന്നതാണ്. അവസാനം ആ ഐക്യവേദിക്കാർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ വേണ്ട. അതിനൊരു ക്ലിപ്പുകൾ കേട്ടോളൂ. അബ്ദുള്ള സുല്ലമി നമ്മുടെ ഭാഗത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സഖാഫി മറുപടി സംസാരിക്കും. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. ഐക്യവേദിക്കാർ ഇടപെടുന്നുണ്ട്. അബ്ദുള്ള സുല്ലമിയുടെ പ്രായവും മനസ്സും നിറയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് നേരും പറയുന്നത്. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് തത്വം അംഗീകരിക്കുന്ന നാട്ടിൽ പ്രചരിക്കുന്നതെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണം, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൗലൂദുകളെ പറ്റിയാണ് തർക്കം. അത് ഏതെങ്കിലും ഒരു എഴുന്നേറ്റോളൂ, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ശരീരം അതിനുള്ള അംഗീകരിക്കാത്തത്ര നിങ്ങൾ പറഞ്ഞോളൂ. അതല്ലാതെ ഈ വളയത്തിനോടുകൂടി ചാടുന്ന സർക്കസിന്റെ അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉൾപ്പെടുത്തന്നെ ചാടാനും പോലെ നയം ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നതാണ് വേണ്ട. അപ്പൊ ഭക്ഷിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹാസിക്കാനും മെനക്കളക്കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദിനെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് വില മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ 66 വകയുടെ കഥ, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സംഖ്യ എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്തവരുടെ നിങ്ങളുടെ വീഴ്ച എന്നാണ് അല്ല. ഇപ്പൊ പറഞ്ഞത് 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതിന് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏതാണെങ്കിലും നമുക്കാണ് ചർച്ച ചെയ്യാം. ഞാൻ ഒരു അഴിമതി പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്മാറ്റിക്കണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാൽ പല 66 വകണ്ട് പല ജാതി 66 വകണ്ട്. ഞാൻ പറയാൻ തെളിയിക്കും. 66 വക പല ജാതി 66 വകയിട്ട് പറയും. ആ 66 വക ഞങ്ങൾ അംഗീകരിക്കുന്നത് നടക്കൂല. കണ്ടോ, 66 വക പലതുണ്ട്. ആരാ ഇവരോരോടൊക്കെ ഇവിടുന്ന് തന്നെ. എന്നിട്ട് കുറെ കാലം പറഞ്ഞു CH പ്രസിലാതെ അടിക്കണോനോ കുറ്റം, എഴുതി കൊടുത്തോനോ അത് വിൽക്കണോനോ അത് നടത്തി ചെയ്യിക്കണോൽക്കോ അടിക്കണ കുറ്റം തന്നെ. ഒരു സലഫി ആദർശമുള്ള ഒരിക്കലും അടിക്കൂല. ഞാൻ പല സ്റ്റേജിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, കള്ളുഷാപ്പി നടത്തി ജീവിക്കലാണ് മൗലൂദ് അടിച്ച് വിൽക്കുന്ന ജീവിക്കുന്നേക്കാളും നല്ലത്. അത്ര വൃത്തിയുടെ ഏർപ്പാടാണ്. പക്ഷേ അത് അടിക്കുന്നത് ആരാ? എഴുതി കൊടുത്തതല്ലേ അടിക്കുന്നത്. ആരാ എഴുതി കൊടുക്കുന്നത്? എന്നിട്ട് ഓരോരുത്തരും മരിച്ചാലും അവരുടെ പേരിൽ മൗലൂദ് ഇങ്ങനെ ഉണ്ടാകുകയാണ്. അപ്പൊ തലയണ വലുപ്പത്തിൽ ഇങ്ങനെ കട്ടിക്കൊട്ടി വീഴുകയാണ്. അപ്പൊ 66 വക 110 വക ഒന്നും അംഗീകരിക്കാൻ അവർ തയ്യാറില്ല എന്നിടത്താണ് സുഹൃത്തെത്തിയത്. അവസാനം മുസ്ലിം ഐക്യവേദിയിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, വീട്ടിൽ പോയിട്ടൊരു സെബീന ഉണ്ടെന്നു. ഉസ്താദെ 90 വയസ്സായ എന്റെ വല്യമ്മ ഓതിനാത്. അപ്പൊ ഇങ്ങനെ പലരും പല തെറ്റുണ്ട് ഒക്കെ അംഗീകരിക്കാൻ പറ്റാന്ന് അങ്ങനെ പറയണത്. എന്നാൽ ഞാൻ അത് കീറിക്കളഞ്ഞോട്ടെ. ഇതിപ്പോ നീ പല കൊണ്ടുവച്ച നീ ഓതും. അതിനൊക്കെ ആദ്യം സംസാരിക്കുന്ന കേട്ടോളൂ, അല്ലെങ്കിൽ സക്കാഫി ഇടപെടുന്നത് കേട്ടോളൂ. ഇത് വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെ വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിട്ട് അവർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓടിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓടിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതിൽ എഴുതിയത് തെറ്റാണെന്ന് പറയുന്നു.